ജീവൻ തന്ന സ്നേഹമേ നഷ്ടമായി പോയെന്നെ ഇഷ്ടനാക്കി തീർത്തതാ എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകയില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും കരുണീയ എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകയില്ല എന്റേതെല്ലാം നിനക്കു മാത്രം എന്നെ മുറ്റും ആരാധന കഴിഞ്ഞിട്ടും കുർബാന കഴിഞ്ഞിട്ടും ഇത്രയും ആളുകൾ ഇരിക്കുന്നതിനുള്ള പ്രത്യേക സന്തോഷം. നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് അനുവാദം തന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് എന്നെ നേരിട്ട് വിളിച്ച അച്ഛനോട് കമ്മിറ്റി ആളുകളോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കും. അച്ഛന്മാരുടെ അനുവാദത്തോടെ ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വരും. കാരണം എനിക്ക് ഈ അകലം വലിയ പ്രശ്നമാണ്. എന്നാലും എനിക്ക് ചെറുപ്പക്കാരെ കാണാൻ ഭാവിയുടെ പ്രതീക്ഷയാണ്. ഇത്രയും ചെറുപ്പക്കാരെ സാധാരണ പള്ളികളിൽ ചെല്ലുമ്പോൾ കാണാറില്ല. എന്നാൽ ഒരു 50 മുകളിലേക്ക് പ്രായമുള്ളവരാണ് എന്റെ മുമ്പിലിരിക്കുന്ന അധികം ആളുകൾ. എന്നേക്കാൾ പ്രായമുള്ളവർ 65 കഴിഞ്ഞവർ ധാരാളമാണ്. ഇനി എന്താണ് കുടുംബത്തെ കുറിച്ച് നിങ്ങൾ കേൾക്കാനുള്ളത്? എന്നേക്കാൾ പ്രായമുള്ള, അറിവുള്ള, അനുഭവമുള്ള നിങ്ങളോട് ഞാൻ എന്താ പറയുകയല്ലേ? ഞാൻ 50 കൊല്ലം മുമ്പ് ഇവിടെ വന്നത് ഞാൻ ഓർക്കുന്നു. അന്ന് ഈ പള്ളി ഇങ്ങനെ, ഇതിപ്പോ അടിപൊളി പള്ളിയാണ്. അന്ന് സാമച്ചനൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്ന് ആടി കളിക്കുന്ന പ്രായമാണ്. ചെറുപ്പക്കാരുടെ മുമ്പിൽ നേതാവായിട്ട് നിൽക്കുന്ന കാലമാണ്. ഞാനത് ഇപ്പോഴും ഓർക്കും. ഞാൻ ആ പാട്ട് പാടിയത് നിങ്ങൾ പലർക്കും അറിയാവുന്ന പാട്ടാണ്. മനോഹരമായി പാടുന്ന ഗായക സംഘം. നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം. ഹാർമണി എങ്ങനെയാണെന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചു. അപ്പൊ കുടുംബം അങ്ങനെയാണ്. അച്ഛൻ പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. അതിനോട് ചേർത്ത് ഞാൻ പറയാം, നമുക്കെല്ലാം ആവശ്യമുള്ളത് സ്നേഹമാണ്, അല്ലേ? ഞാനൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. കാരണം ഇനിയിപ്പം ഉള്ള സമയം വളരെ ചുരുക്കമാണ്. ആ സമയം അതിനകത്ത് എനിക്ക് തീർക്കണം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുവരുത്താൻ വേണ്ടി. ഞാൻ 16 കൊല്ലം ഒരു അധ്യാപകനായി ജോലി ചെയ്ത ആളാണ്. അത് കഴിഞ്ഞിട്ടാണ് എന്റെ ജോലി രാജിവെച്ചത്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ജോലി രാജിവെച്ചത്. 14 വർഷം ബഹുമാനപ്പെട്ട ജോർജ് അങ്കിളിന്റെ കൂടെ തിരുവല്ല നവജീവോദയം മിഷൻസ് ഇന്ത്യയുടെ കൂടെ ആയിരുന്നു. അതിനുശേഷമാണ് കൗൺസിലിംഗിലേക്ക് ദൈവം എന്റെ ശുശ്രൂഷ മാറ്റിയത്. ഇന്ന് സൈക്കോളജിസ്റ്റാണ് പ്രവർത്തിക്കുന്നു. അനുഗ്രഹ കൗൺസിലിംഗ് സെന്റർ ഞാൻ അന്ന് ഇറങ്ങിയ കാലത്ത് തുടങ്ങിയതാണ്. ഇപ്പൊ ഹോം ഹബ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഒരു 8ാം ക്ലാസ് തൊട്ട്, ഒരു 12 വയസ്സ് 7ാം ക്ലാസ് തൊട്ട് മുകളിലേക്ക് അവരെ കൈ പിടിച്ച് അവർക്ക് വഴി കാണിച്ചു കൊടുത്ത് അവരെ ഒരു നിലയിൽ എത്തിക്കുന്നത് വരെ മാതാപിതാക്കളുടെ കൂടെ നിൽക്കുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ ജെറിയാട്രിക് ഹബ് എന്ന് പറഞ്ഞ് ഏതാണ്ട് മരണം കാത്തിരിക്കുന്ന ആളുകൾ ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചെങ്ങന്നൂർ ഞാൻ എല്ലാ മാസവും ഒരു 10 ദിവസം ഉണ്ടാവും. കൗൺസിലിംഗ് കേസ് എടുക്കാനും ആളുകളെ കാണാനും പ്രോഗ്രാമിന് വേണ്ടിയൊക്കെ ചെല്ലുന്ന വീടുകളിലെല്ലാം പ്രായമുള്ള അപ്പനും അമ്മച്ചി മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം റബ്ബനോട് മുന്നേടാ ഞാൻ എന്ത് ചെയ്യും? ആയ കാലത്ത് വാരിക്കൂട്ടിയ സ്വത്തുകളൊക്കെ കരഞ്ഞോണ്ടാ പറയുന്നത്, മക്കൾക്കൊന്നും വേണ്ടടാ. ആ സ്ഥലത്ത് ആരാണ്ട് കയറി എന്തൊക്കെയോ ചെയ്തെന്ന് ആരോഗ്യോ പറഞ്ഞ് പോകാൻ ആരോഗ്യമില്ല. ആരെയും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ എന്താ കാണിക്കുന്നത്? ഒരു വിശ്വാസമില്ല. വീടിനകത്ത് കയറ്റാൻ മേലെ 6 മണി കഴിഞ്ഞാൽ ഒരുത്തനെ ഞാൻ വാതിൽ തുറന്ന് അകത്ത് കയറ്റിയില്ല. ഒരു ബംഗാളിയോട് സഹായിക്കാൻ അവനെ ഇത്ര അടി, അപ്പച്ചന്റെ ഭാഷയിൽ ഇത്ര അടി അങ്ങനെ അവനെ കയറ്റിയാലും കഴുത്തും കണ്ടിട്ടുണ്ട്. പേടിയടാ. മക്കളുണ്ട്, പഠിപ്പിച്ചു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒന്നിനെയും പൊട്ടനായിട്ട് പഠിപ്പിക്കാതെ അവൻ റബ്ബർ നോക്കി ഇവിടെ കിടക്കുമായിരുന്നല്ലോ. ആകെ 2 ഉള്ളൂ. 2നെയും പഠിപ്പിച്ചു. അന്ന് ആവേശമായിരുന്നു. പണം ഉണ്ടാക്കണം, ആവേശമായിരുന്നു. ഇനി കൂട്ടി വെച്ചിരിക്കുന്ന പണം എന്നെ കൊണ്ടേ പോകും. ആരെങ്കിലും സ്ഥലം മാറ്റിക്കൊണ്ട് പോകും, വീട് കയ്യേറും. ആ ടെൻഷൻ കാരണം ഉറങ്ങാൻ വേണം മോനെ. ഒറ്റ പ്രാർത്ഥനയുള്ളൂ, എന്നെ കൊണ്ടുപോണേ. എനിക്ക് ഇവിടെ കിടന്ന് ഇനി കഷ്ടപ്പെടാൻ വയ്യ. ഞാൻ കിടപ്പിൽ അറിയാൻ നോക്കാൻ മക്കളില്ല.
ഒരു കുടുംബത്തിന്റെ വേദനയല്ല കേട്ടോ, 1000 കുടുംബങ്ങളുടെ വേദന. ഞാൻ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാം. നമ്മുടെയൊക്കെ ഇടയിൽ നിങ്ങളുടെ അറിവിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കൂടുകയാണോ കുറയുകയാണോ? തെറ്റ് ശരിയൊന്നുമില്ല, എല്ലാം നമ്മള് പരീക്ഷ ഒന്നല്ല കേട്ടോ, പേടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് കിട്ടാൻ വേണ്ടി ഉറക്കം പറഞ്ഞു കൂടുതലാണ് അതിലാണ് പറഞ്ഞു. ഉറപ്പാണോ? മലന്ന് കിടന്ന് തുപ്പല്ലോ. ഞാനും മർദ്ദമക്കാരനാണ്, ശാലയ മർദ്ദമപ്പള്ളിയിലെ ഗായക സംഘത്തിന് കൊയർ മാസ്റ്ററാണ് ഞാൻ. അപ്പൊ എനിക്ക് ഗായക സംഘത്തോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ അടുത്തോട്ട് ഞാൻ വരും. ചെറുപ്പക്കാരെ എനിക്ക് മറക്കാൻ പറ്റുന്നത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാം, പിറകിൽ തിരിഞ്ഞ് നിൽക്കാൻ ശരിയല്ല. പ്രശ്നം കൂടുകയാണ്, ഡിവോഴ്സ് റേറ്റ് കൂടുകയാണോ പറയുന്നത്? ഉറപ്പാണ്. അത് പറഞ്ഞപ്പോൾ ശബ്ദം കുറഞ്ഞു പോയി. കൂടുതലാണ്. ആത്മഹത്യയുടെ റേറ്റ് കൂടുകയാണോ പറയുന്നത്? ഇതിപ്പോ കുറയാൻ തോന്നുന്നു. ആ ചേർച്ച് മാത്രം എടുത്തു. നമുക്ക് ഒരു ചേർച്ചിനെ കുറ്റം പറയാനല്ല, നമുക്ക് മാറണമെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ചൊരു വാല്യുവേഷൻ നടത്തണമല്ലോ അല്ലേ? അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചേർച്ചസ് എല്ലാം എടുത്തു, നമ്മുടെ ചേർച്ചിനെ മാത്രം ആക്കണ്ട. ആത്മഹത്യയുടെ നേരെ കൂട്ടുകാരി പിണങ്ങി എന്ന് പറഞ്ഞ് MBBS പഠിക്കുന്ന സ്റ്റുഡന്റ് ആത്മഹത്യ ചെയ്തല്ലേ? ഭർത്താവ് ഇട്ടേച്ച് പോയി 20 ആശുപത്രിയിൽ നഴ്സിംഗിന്റെ ജോലിക്ക് വേണ്ടി എഴുതു നടന്നു, കൈനീട്ടി നടന്നു. ആരും മൈൻഡ് ചെയ്തിരുന്നു പറഞ്ഞ് 2 പെമ്പിള്ളാരെ നെഞ്ചോട് ചേർത്ത് ഓടി ചീറി പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ മുമ്പിൽ ജീവൻ ബലി കൊടുക്കാൻ മടിയില്ല. അത്രയ്ക്ക് തങ്കടമുണ്ട് പെമ്പിള്ളാർക്ക്. പക്ഷേ ഭർത്താവിന്റെ മുമ്പിൽ മാന്യമായി കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിച്ചു കാണിക്കുമെന്ന് പറയാനുള്ള തങ്കടം നമ്മുടെ പിള്ളേർക്കില്ല. എന്നാ കാര്യം അറിയോ? റെസിലിയൻസ് എന്ന് പറഞ്ഞ ഒരു കഴിവ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുന്നതിൽ നമ്മൾ പരാജയം. വിജയത്തിന്റെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഒന്ന്, നമുക്കെല്ലാം വേണ്ടത് സ്നേഹമാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കിട്ടുന്നില്ല എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും പരാതി പറഞ്ഞിരിക്കുന്ന പ്രധാന വിഷയം എന്താ? സാരി കിട്ടുന്നില്ലെന്നാണോ? സ്വർണം കിട്ടുന്നില്ലെന്നാണോ? കഞ്ഞി കറി ഭാര്യ വെച്ച് തരുന്നില്ലെന്നാണോ? ചിക്കൻ ബിരിയാണി തരുന്നില്ലെന്നാണോ? അതോ മറ്റെന്തെങ്കിലും? പറഞ്ഞു ആരൊക്കെ പറഞ്ഞു സ്നേഹം ഭർത്താവ് തരുന്നില്ലേ? സ്നേഹം ഇഷ്ടം പോലെ ഭർത്താവ് കൂടി ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പിന്നെ നിന്നെ അല്ലാതെ ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നത്? നിന്നെ ഇനി എങ്ങനെയാണ് നിന്നെ സ്നേഹിക്കേണ്ടത് അല്ലേ? കടലെടുത്ത് ചക്കെടുത്ത് കുടലെടുത്ത് പറിച്ചു തന്നാൽ നീ വാഴനാരാന്ന് പറയുമല്ലോ. പക്ഷെ ഭാര്യയ്ക്ക് അത് കിട്ടുന്നില്ലെന്ന് കേട്ടോ. ഒരാളെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ അല്ലെ നോക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലെ? ഞാൻ മുഖത്ത് നോക്കുന്ന ഒരാളെ ഓർത്തല്ല, ആരുടെയും മുഖത്തോട് നോക്കണമല്ലോ. ഇങ്ങനെ നോക്കി പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കുന്നതാണ്, നിങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി. തിരിച്ചും അതുപോലാണ് അല്ലേ? ഭർത്താക്കന്മാരുടെ പ്രധാന പരാതി എന്താ? അവർക്ക് ഇപ്പൊ എന്നെ വേണ്ട. 2 പിള്ളേരെ ഞാൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ അവക്ക് 100 ന്യായമാണ്. അവർക്ക് അവിടെ അമ്മയുണ്ട്, അവിടെ പെങ്ങളുണ്ട്, അതുണ്ട്, ഇതുണ്ട്, പിള്ളേരുണ്ട്. ഞാനൊരുത്തരും ഇവിടെ ഉണ്ടെന്ന് പോലും തിരിഞ്ഞു നോക്കാൻ അവക്ക്. അതുകൊണ്ട് പിള്ളേർ പറഞ്ഞു, കെട്ടുന്ന പരിപാടി ബോറം പരിപാടി ഞങ്ങൾക്ക് വേണ്ട. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാമല്ല. എന്റെ അടുത്ത് കുറെ പിള്ളേർ കൗൺസിലിംഗ് ബാങ്കളെ ഡോണ്ട് കമ്പൽ മീ ടു ഗെറ്റ് മാരീഡ്. എന്റെ ഡാഡി അതിനകത്ത് നിൽക്കുന്നേ. ഡാഡി കയറി വന്ന അങ്കിളിനോട് ഏതാണ്ട് പറഞ്ഞല്ലോ, എനിക്കറിയാം അങ്കിൾ നീ എന്ത് പറഞ്ഞാലും പറഞ്ഞത് ഇവനെ ഒന്ന് കെട്ടിച്ചു തരണതാണ്. 32 വയസ്സുണ്ട് മോന്, എഞ്ചിനീയറാണ്. കയ്യിൽ എത്ര രൂപ സാലറി കിട്ടുന്നുണ്ടെന്ന് അവരൊന്നും കണക്കില്ല. കാരണം ഓരോ മാസവും ഓരോ വർഷവും ബോണസും പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ എല്ലാ വീക്കെൻഡിലും സിംഗപ്പൂരിലൊക്കെയാണ് പറക്കുന്നത്. ആരെക്കൊണ്ടാ? ഗേൾ ഫ്രണ്ടിനെ കൊണ്ട്. കമ്പനി എല്ലാ സംവിധാനം ചെയ്തു കൊടുക്കും. അങ്ങനെ അടിപൊളിയായി ജീവിക്കുന്ന പയ്യനാണ്. അവന്റെ ഡാഡിയും മമ്മിയും അകത്തിരുന്ന് എനിക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നു, ഒരു ഓറിയന്റേഷൻ തന്നു. എന്താണ് ചെയ്യേണ്ടത്, അവനോട് എന്താണ് പറയേണ്ടത്. എന്നെ ഒന്ന് കൗൺസിൽ ചെയ്തു, അപ്പനും അമ്മയും കൂടെ. അവർ വെളിയിൽ വെയിറ്റിംഗ് റൂമിലിരുന്ന് മോൻ ഇങ്ങോട്ട് കയറി നെഞ്ചൊക്കെ തിരിച്ചു. കാരണം അവൻ എഞ്ചിനീയറാണ്, കോടികൾ സമ്പാദിക്കുന്ന പയ്യനാണ്. കൊച്ചിയിൽ അവനൊരു ഫ്ലാറ്റ് ഉണ്ട്. അവൻ ചില്ലറക്കാരനൊന്നുമല്ല, നമ്മൾ കുമ്പിട്ട് പണങ്ങണം. ഈ ചെറുപ്പത്തിൽ ഇത്രയും കോടികൾ സമ്പാദിച്ച അപ്പന്റെ പൈസയല്ല, അവൻ ജോലി ചെയ്തുണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞു, മോനെ ഹൗ ക്യാൻ ഐ ഹെൽപ് യു? എന്റെ ഡാഡി മമ്മി പറഞ്ഞൊക്കെ നിൽക്കട്ടെ, അതൊക്കെ വിട്ടു. എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്. ഹൗ ക്യാൻ ഐ ഹെൽപ് യു? അന്നേരം അങ്കിളെ ഡോണ്ട് കമ്പൽ മീ ടു ഗെറ്റ് മാരീഡ്. അതാണ് എന്നോട് അങ്കിളിന് ചെയ്യാവുന്ന വലിയൊരു സഹായം. എന്നാൽ ഞാൻ ഇതുപോലൊരു മീറ്റിങ്ങിന് പോയി അവിടെ ഫാമിലിയെ കുറിച്ച് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ ലാപ്ടോപ്പ് ഒക്കെ വെച്ച് PPT ഒക്കെ കാണിച്ചിട്ടാണ് ക്ലാസ് എടുത്തത്. കാരണം ആരാധന കഴിഞ്ഞുള്ള മീറ്റിംഗ് അല്ല, ഒരു 1 ഡേ ഫാമിലി കോൺഫറൻസ് പോലെയാണ്. അപ്പൊ എനിക്ക് ഫുൾ ഫ്രീഡം ഉണ്ട്. ഇങ്ങനെ തിടുക്കം പിടിച്ച് പോകാനിരിക്കുന്ന ആളല്ല. അന്ന് അവിടെ ഊണുണ്ട്, വൈകുന്നേരം സ്നാക്സ് എല്ലാം കൊടുത്ത് ഒരു ഫുൾ ഡേ പ്രോഗ്രാമാണ്. ഞാൻ എന്റെ 1-2 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഒരു എന്താ പറയാ, എല്ലാവർക്കും കൂടെ ഒരു ഗെയിം പോലൊക്കെ കൊടുത്ത് അവരെ ഒന്ന് ആക്റ്റീവ് ആക്കാനുള്ള ശ്രമത്തിന് മുമ്പിൽ എന്റെ ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്ത് ഞാൻ ചായ കുടിക്കാൻ വെളിയിൽ തുടങ്ങിയപ്പോൾ ഒരു 8ാം ക്ലാസ്സുകാരൻ എന്റെ അടുത്ത് ഓടി വന്നു. 8ാം ക്ലാസ്സിൽ വൈകുന്നു
എന്റെ അടുത്ത് ഓടി വിളിച്ചു, ഇവിടെ ചൊറിയണം ചൊറിഞ്ഞ ചൊറിഞ്ഞ എടാ എന്റെ ഇവിടെ ചൊറിഞ്ഞാടാ ഈ സ്കൂളിൽ കള്ള നോട്ടമാണല്ലോ എന്താ അല്ലങ്ങളെ കണ്ണപ്പം നടന്നു. എന്റെ കയ്യെ പിടിച്ചു, എന്നോട് പറയാം, അങ്കിളെ അങ്കിള് പറഞ്ഞതെല്ലാം എന്റെ കുടുംബത്തിൽ എന്റെ ഡാഡിയും മമ്മിയും ചെയ്യുന്നത് ഞാൻ കണ്ട് ഐ ലവ് ഫാമിലി അങ്കിൾ, ഐ ലവ് ഫാമിലി. എന്റെ ഡാഡി ഓഫീസിൽ വരും, അമ്മ എന്നാ വിളിക്കുന്നു. മമ്മ എന്ത് തിരക്കാണെങ്കിലും മമ്മ പറയും കാറിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ആരടാ ഞാൻ പോട്ടെ. കാർ അങ്ങോട്ട് നിർത്തി കഴിഞ്ഞാൽ ഷെഡിലോട്ട് കയറ്റി നിർത്തി ഞാൻ മമ്മ ഓടിച്ചെന്ന് കാറിന്റെ ഡോർ തുറന്നു കൊടുത്ത് ബ്രീഫ് കേസ് എടുത്ത് ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുത്ത് സോഫായിലിരുത്തും. മോനോട് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞങ്ങള് അപ്പ എടുത്ത് കാല് മോളിലോട്ട് വെക്കും, ആ ഒരു ചെറിയൊരു ചീപ്പോയി പോലുണ്ട്. അമ്മ ആ സോക്സ് ഒക്കെ ഊരി ഷൂസ് ഒക്കെ ഊരി റാക്കെ കൊണ്ടുവച്ച് കാലിങ്ങനെ ഞെക്കി കൊടുക്കും, തടവി വെക്കും. എന്റെ അമ്മ ഇങ്ങനെ മയങ്ങും ഉറങ്ങും. ഒരു ദിവസത്തെ ജോലി കഴിഞ്ഞ് വരുന്ന അപ്പ എന്റെ ഡാഡി ഇങ്ങനെ മയങ്ങും. ആ ക്ഷീണത്തിന്റെ കൂടുതൽ കൊണ്ടാണ്. പക്ഷെ അമ്മ ആ തടവി കൊടുക്കുന്ന ഒരു സുഖത്തിൽ എന്റെ അപ്പനിരുന്ന് ഇങ്ങനെ ഉറങ്ങും. ഞാനത് കണ്ടിട്ട് ഇങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് കേട്ടോ, അങ്ങനെ കെട്ടിയതാന്ന് തോന്നുന്നു ഒരു പയ്യൻ കേട്ടോ. ഇതുപോലെ വീട്ടിൽ കണ്ടതായിരിക്കണം. എന്നോട് പറഞ്ഞ എങ്ങനെയാ, എന്റെ ഡാഡിയും മമ്മിയും എന്റെ വല്യമ്മയും ഒക്കെ ജീവിക്കുന്ന കണ്ട് മോഹത്തോടെ കെട്ടിയതാ. പക്ഷെ ഇവള് എന്റെ ലൈഫ് കളഞ്ഞു എന്നൊക്കെ പറയുന്ന അതോട് പറഞ്ഞിട്ട് ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത്തിരി അനുഭവങ്ങൾ പറഞ്ഞു കേട്ടോ. ഒത്തിരി അനുഭവങ്ങളുണ്ടല്ലോ, അത് പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇങ്ങനെ കെട്ടിയ ഒരു പയ്യൻ അവന്റെ അപ്പൻ ഇതുപോലെ കാലെടുത്ത് ഭാര്യയുടെ മടിയിൽ കൊടുക്കും, ഭാര്യ നഖം വെട്ടിക്കൊടുക്കും. അതായത് അവന്റെ വീട്ടിലേക്കായി ഇങ്ങനെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തിരുമ്പി കൊടുക്കുന്നതല്ല, എല്ലാം ക്ലീൻ ആക്കി അവസാനം ഇങ്ങനെ ഉരച്ച് നഖമൊക്കെ നമ്മള് സ്മൂത്ത് ആക്കി കൊടുക്കും. നല്ല സന്തോഷം. തിരിച്ചും അപ്പൊ കാല് മടിയിലോട്ട് വെച്ചിട്ടാണ് നഖം വെട്ടി കൊടുക്കുന്നത്. ഇതുപോലെ കല്യാണം കഴിഞ്ഞു, ആദ്യ രാത്രി കഴിഞ്ഞു, 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യയായിട്ട് കുറച്ചുകൂടി അപ്പമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേന്, ഫ്രീഡം ആയി കഴിഞ്ഞപ്പോഴത്തേന് അവളോട് പറഞ്ഞു വന്നേ, നീ ആ കസേരയിരുന്നേ. അവന്റെ അപ്പനും അമ്മയും ചെയ്തു. ഇപ്പുറത്തൊരു കസേരയിരുന്ന് ഭാര്യയുടെ മടിയിലോട്ട് കാലെടുത്ത് പൊക്കി വെച്ചതേ അവന് ഓർമ്മയുള്ളൂ. പിന്നെ അവനൊന്നും ഓർമ്മ പ്രാന്തിയെ പോലെ അവന്റെ കാല് വലിച്ച് താഴോട്ട് അങ്ങോട്ട് എറിഞ്ഞിട്ട്, നീ എത്ര ഇത്രയ്ക്ക് മോശമായി പോയടാ, നിന്റെ കാലിൽ എടുത്ത് എന്റെ മടിയിൽ വെച്ചോടാ. കാലല്ലേ മടിയിലല്ലേ, കാല് തറയിൽ കൂടെ ചവിട്ടി നടക്കുന്ന, ചെളി പറ്റുന്ന, ചാണകത്തിൽ ചവിട്ടുന്ന ആ കാലെടുത്ത് എന്റെ മടിയിൽ കാലും മടിയും ആദ്യം ഉണ്ടായതാണോ? എന്റെ അപ്പനും കാലുണ്ടായിരുന്നു, അമ്മയ്ക്ക് മടിയുണ്ടായിരുന്നു. അവിടെ ഇവര് വെച്ചത് അവന് പിടികിട്ടില്ല. അവൻ നല്ല നാടൻ മര്യാദ വെച്ചു. മോളെ നീ എന്താ ഉദ്ദേശിക്കുന്നേ? ആ നീ എന്നൊരു വാക്കൂടെ കേട്ടോ. നീ എന്ന് വിളിച്ചോളാ. അമ്മോ, എന്റെ അടുത്ത് കൗൺസിലിംഗ് എന്നിട്ട് ഈ പയ്യൻ ഇതുപോലെ ആണുങ്ങൾ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. പൊട്ടി കരയും. ഞാൻ എന്റെ ടിഷ്യൂ പേപ്പർ എടുത്ത് കുഴപ്പമില്ല, റിലാക്സ്. കാരണം കരയട്ടെ, ആ സങ്കടം പോട്ടെ, കരഞ്ഞാലേ തീരുള്ളൂ. അത് കഴിഞ്ഞ് ഭാര്യ ഇരുത്തിക്കൊണ്ട് അതിനോട് പറഞ്ഞു, സാറേ ഒറ്റ കാര്യം എനിക്ക് പറയാം, ഒറ്റ കാര്യം. എന്റെ വീട്ടിൽ ഞാൻ എന്റെ അപ്പനും അമ്മയും ഗ്രാൻഡ് പേരൻസും ഒക്കെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അതിൽ ഒരു കാര്യം എന്റെ മനസ്സിന് സ്ട്രൈക്ക് ചെയ്തു. എനിക്കിപ്പോ ഇച്ചിരി തടി കൂടുതലുള്ളൂ, കുനിഞ്ഞ് നാക്കൊന്നും വെട്ടാൻ പറ്റുകയില്ല. ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നം. അതിന് ഞാൻ വിചാരിച്ചു എന്റെ അപ്പനും അമ്മയും ചെയ്യുന്ന പോലെ എല്ലാ ഭാര്യമാർക്കും മടിയിലോട്ട് കാല് വെച്ചാല് തല വെച്ച് കിടക്കുന്നവർക്ക് ഇഷ്ടമായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ തലേദിവസം ചെയ്തു പോയി. അത് എന്റെ ഭാര്യയ്ക്ക് വലിയ പ്രയാസം. എന്താ കാര്യം ഞാൻ ചോദിച്ചിട്ട് അവൻ കംപ്ലീറ്റ് ചെയ്തതിന് ഭാര്യ ചാടി കയറിപ്പോ, എടാ നിന്റെ വീട്ടിൽ കണ്ട വൃത്തികളെല്ലാം അല്ല എന്റെ വീട്ടിൽ നടത്തേണ്ടത്. നീ എന്റെ ഡാഡി മമ്മി നോക്ക്, ഒരിക്കൽ പോലും ഡാഡി കാലെടുത്ത് മമ്മിയുടെ മടിയിൽ വെച്ചിട്ടില്ല. കാലെടുത്ത് മടി വെക്കുമോ വല്ലവരും? എന്താ പ്രശ്നം അറിയോ? ഞാൻ വളർന്നു വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഞാൻ കണ്ടത് സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ. പക്ഷെ എന്റെ ഭാര്യ വേറെ ഏതോ കുടുംബത്തിൽ ജനിച്ചതാണ്. ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഇടവേള കാര്യമാണ്. പക്ഷെ ആദ്യമായിട്ട് പബ്ലിക്കായിട്ട് എന്നെ ഒരു സ്ത്രീ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നത് ഇവള് കഴിഞ്ഞാൽ പിന്നെ എന്റെ അമ്മായിമ്മ കേട്ടോ. എന്റെ അമ്മ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ സ്നേഹം വെളിയിലോട്ട് അങ്ങനെ വരികയില്ല. ഞാൻ അടുത്ത് ചെന്ന് അമ്മ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട്, പിള്ളേർ പ്രാർത്ഥനകളാണ്, ചൊറിഞ്ഞോണ്ട് നമ്മുടെ മടി കയറാനൊക്കെ ചെല്ലുമ്പോ, എന്താടാ എന്തോ കാര്യം സാധിക്കാൻ പറ്റുള്ളൂ, നീ എന്നെ ക്രെഡിറ്റ് കൊണ്ട് വരുന്നേ? ഒന്നുമില്ല,
സ്നേഹിക്കാൻ ചെന്നതാണ് അമ്മയുടെ സമ്മതം. അത് ടീച്ചറായിരുന്നു, ആ പക്വതയിലാണ്. എന്നാൽ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ എന്റെ അമ്മായിമ്മ എല്ലാവരും നീക്കി കെട്ടിപ്പിടിച്ച് മുമ്പ് എന്നത് ഞാൻ ആകെപ്പാടെ തൊലി പിരിഞ്ഞു പോയി. കാരണം അങ്ങനെ ഒരു പാരമ്പര്യം എന്റെ വീട്ടിലില്ല. അപ്പൊ നിങ്ങൾ പറ, എന്റെ വീട്ടിൽ വളർന്നതാണോ വളർത്തിയതാണോ ശരി? എന്റെ ഭാര്യയായ റീത്താടെ വീട്ടിൽ വളർന്നതും വളർത്തിയതുമാണ് ശരി? കുടുങ്ങി. അതിന്റെ വിളിപ്പുണ്ട്, പേടിയൊന്നും വേണ്ട. എന്റെ കൂടെ ഞാൻ രണ്ടുപേരും കുറ്റമല്ല. നിങ്ങൾ ഏത് പക്ഷം തന്നാളാ? അവിടെ കുറ്റം ശരിയൊന്നുമല്ല, രണ്ട് ശരിയാണോ? അപ്പൊ സ്നേഹം കാണിക്കുന്നത് ശരിയാ, കാണിക്കാതിരിക്കുന്നത് ശരിയാണ്? കാണിക്കുന്നില്ലെന്ന് ഉള്ളിൽ സ്നേഹമുണ്ട്. വെരി ഗുഡ്. എനിക്ക് അങ്ങനെ ഒത്തിരി പേര് അറിയാം. അപ്പൊ ഞാൻ ചോദിച്ചാൽ നിങ്ങളെ ആരെയും കൊച്ചാക്കാൻ വേണ്ടി ചോദിക്കല്ലോ കേട്ടോ. ഒന്ന് ജീവൻ ക്ലാസ്സിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ സ്നേഹം ഉള്ളിൽ വെക്കുന്നത് കൊണ്ട് എന്ത് പുണ്യം കൂടെ ജീവിക്കുന്നവർക്ക് കിട്ടും? ഒരു ഗ്ലാസ് നിറയെ തേനെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. എന്റെ വരും അടിപൊളി തേനാണ്, കാട്ടുതേൻ, ചെറുതേൻ. അതങ്ങനെ കിട്ടാനില്ല. വേടം വന്നപ്പോ തന്നതാ, ഞാൻ മേടിച്ചു വെച്ചതാ. മറ്റേ വേടനല്ല കേട്ടോ, നിങ്ങളുടെ വേടൻ, ഒറിജിനൽ വേടൻ. ഈ തേൻ ഞാൻ ആർക്കും കൊടുക്കാതെ ഒരു ഗ്ലാസിനകത്ത് ഫുള്ളാക്കി വെച്ച് അടച്ച് സീൽ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും പിള്ളേരോടും ഭാര്യയോടും പറയും, അടിപൊളി തേനാ കേട്ടോ, അടിപൊളി തേനാ. പക്ഷെ ഒന്ന് തൊട്ട് നക്കാൻ ഇതുവരെ ഞാൻ സമ്മതിച്ചിട്ടില്ല. എന്ത് ഗുണം, എന്ത് ദോഷം പറയാം. നേരെ മറ്റോ അപ്പത്തെ ഒരു ഗ്ലാസ്സിൽ ഒരു കാളമൂട വിഷം, ഒരു തൊള്ളി നാവിൽ വീണാൽ മരിക്കുന്ന മാരകമായ വിഷം മറ്റൊരു ഗ്ലാസ്സിൽ ആ തേനിന്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അതും അടച്ച് സീൽ ചെയ്ത് ആർക്കും കൊടുക്കാതെ വെച്ചിരിക്കുന്നു. എന്ത് ഗുണം, എന്ത് ദോഷം. ഈ വിഷം എഴുതിയിരിക്കുന്നതും ഈ തേനിരിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ മോനെ? ഉണ്ടോ? അതിനായിട്ട് പറഞ്ഞു, വല്ല വ്യത്യാസം ഉണ്ടോ? ഉണ്ടോ മോനെ? തേനാന്ന് പറയാം, ലേബൽ ഒട്ടിച്ചു വെക്കാം. തേനാണെങ്കിൽ അത് ഓരോ ദിവസവും ഓരോ തുള്ളി ആ കുഞ്ഞുങ്ങളുടെ നാവിലൊന്ന് തൊട്ട് കൊടുത്താൽ അത് തൊട്ട് കൊടുക്കുന്ന അമ്മയോട് പറയാം, അമ്മ എനിക്ക് ഒരു തുള്ളി കൂടെ വേണം അമ്മ, അല്ലേ? എനിക്കൊരു ഉമ്മ തന്ന തരാം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കും. മോൻ പോയിരുന്നു പഠിച്ചാൽ ഞാൻ തരാം, ചെയ്യില്ലേ? മോട്ടിവേഷൻ ടെക്നിക്ക് കേട്ടോ, ഒത്തിരി ടെക്നിക്കുകൾ അതിലൊന്ന. ചെറിയ പ്രായത്തിൽ ടാറ്റ കൊണ്ടുപോവാം, അല്ലെ ബൈക്കിൽ കറങ്ങാൻ പോവാം, മോൻ പഠിച്ചിട്ട് പോവാം, ABCD ചൊല്ലി കേൾപ്പിക്കും മമ്മിയെ. അപ്പൊ ആ ഒരു പ്രായം തൊട്ട് സ്നേഹം എന്ന് പറയുന്ന എല്ലാ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം സ്നേഹമാണ്. സ്നേഹം കൂടിപ്പോയിട്ടാണ് ചിലർ പറയും, കുറഞ്ഞു പോയിട്ടാണ് ചിലർ പറയും. പിള്ളേർ അത് കണ്ടിട്ട് അവർ പറഞ്ഞു, വീട്ടിൽ നിന്നൊന്നും സ്നേഹത്തെ കുറിച്ച് പഠിക്കാൻ പറ്റത്തില്ല, എനിക്ക് അതൊരു വിഷയമേ അല്ല, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. സ്നേഹിക്കേണ്ട എങ്ങനെയാണ്? ആ പേരൊന്ന് മാറ്റി, സ്നേഹം മുതൽ പ്രണയം. 5ാം ക്ലാസ് തൊട്ട് അല്ലെ അല്പം തൊലിവെളുപ്പുള്ള പിള്ളേരെ കണ്ടു ഞാൻ തരെ പ്രസംഗിക്കുമ്പോ അവര് പറയും അഗാപ്പെ, ഒറിജിനൽ സ്നേഹം, ദ ലവ് ഓഫ് ജീസസ്, ദൈവം കാണിച്ച നിർവ്യാജ സ്നേഹം, ഇതെല്ലാം നമ്മൾ പറയും. പക്ഷെ അതെങ്ങനെയാണ് എന്റെ കയ്യിലുണ്ട് കൊടുക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ട് ഒരു കാര്യം, വിത്ത് ഡ്യൂ റെസ്പെക്ട്, സ്നേഹം പ്രകടിപ്പിക്കാൻ ഈ നാളുകളിൽ നമ്മൾ പഠിച്ചേ പറ്റും. പക്ഷെ ഞാൻ എന്റെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന എന്റെ തെറ്റാണോ, റിസീവ് ചെയ്യുന്ന എന്റെ ഭാര്യയുടെ തെറ്റാണോ? എന്നെ ഒന്ന് സഹായിക്കാൻ ഉത്തരം പറഞ്ഞു. ഭാര്യയുടെ തെറ്റ്. അച്ഛനാണ് പറഞ്ഞത്. കൊടുക്കുകയും അതെന്താണെന്ന് പറയാം. അല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ഞാൻ ഭാര്യ ഉൾക്കൊണ്ട് കാണത്തില്ല, നമ്മള് കൊടുക്കുന്നുണ്ട്, ഭാര്യ ഉൾക്കൊണ്ട് കാണും. അപ്പൊ എന്നെ കൂടെ ഞാൻ കൊടുത്തെന്നുള്ള സംഭവിച്ചു. ഓ, അത്രയാണ്. എന്റെ കൂടെ നിൽക്കാൻ ഒരാളെയും കിട്ടില്ല. അപ്പൊ എന്റെ ഉള്ളിൽ ഒരു പക്ഷെ കാലെടുത്ത് മടിയിൽ വെക്കുന്നത് എന്റെ സ്നേഹത്തിന്റെ പ്രകടനമാകാം, അല്ലെ? അവളുടെ ശരീരം മോഹിച്ചുകൊണ്ട് ആ പലരുടെ പരാതി ഇതല്ലേ നിങ്ങൾക്ക് ആഗ്രഹമുള്ളൂ, വേറെ എന്തോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് പച്ചയ്ക്ക് പറയുന്ന ആളുകളുണ്ട്. ആയിക്കോട്ടെ, അതെന്റെ സ്നേഹത്തിന്റെ പ്രകടനമായി ഭാര്യയ്ക്ക് കാണാൻ കഴിഞ്ഞാൽ, ഞാനൊന്ന് പുഞ്ചിരിക്കുന്നത് സ്നേഹത്തിന്റെ പ്രകടനമായി കാണാൻ കഴിഞ്ഞാൽ, ഞാൻ കെട്ടിപ്പിടിച്ചൊരു ആലിംഗനം കൊടുക്കുന്നത് സ്നേഹത്തിന്റെ പ്രകടനമായി എന്റെ ഭാര്യയ്ക്ക് കാണാൻ കഴിഞ്ഞാൽ, പറയുന്നത് തെറ്റാണ്, എന്നെ തിരുത്തിക്കണം. പ്രായമുള്ള ധാരാളമാണ്. അപ്പൊ ഞാൻ പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിന്റെ രീതി ഒരു പക്ഷെ എന്റെ ഭാര്യയുടെ വീട്ടിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, അവൾ കണ്ടിട്ടുണ്ടാവില്ല. അത് എന്റെ കുറ്റമാണോ? ആണോ? അപ്പൊ എന്റെ വീട്ടിൽ സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരു വീടായതുകൊണ്ട് ഞാൻ അതൊന്നും പ്രകടിപ്പിക്കില്ല. പിന്നെ എന്തിനാണ് സ്നേഹം അകത്ത് വെച്ചേക്കുന്നത്?
അയ്യോ ഓമന ടീച്ചർ എന്തോ ഒരു സ്നേഹമായിരുന്നു, എന്തോ മരിച്ചു കിടക്കുക. അപ്പൊ ചരമപ്രസംഗത്തിന് വേണ്ടി ഒരു വിഷയമാക്കി അതിനെ മാറ്റണോ, അതോ ജീവിച്ചിരിക്കുമ്പോ ആരോടെങ്കിലും അല്ലേ? വേറെ ഐ ലവ് യു എന്ന് പറയണമെന്നില്ല, അത് സാഹിത്യതാണ്, നമുക്ക് ഇഷ്ടമില്ല, എല്ലാവരും അത് ഏറ്റെടുത്ത് പോട്ടെ, അവരുടെ വൈബ അല്ലേ? നമ്മളൊക്കെ തന്ത വൈബുകാരായിട്ട് നമ്മളെ വിട്ടിരിക്കാം. ആരെയും ഒന്ന് ചേർത്ത് നിർത്തിയിട്ടടി നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം അല്ലേ? ഞാനൊരു ബോൺ ഇൻട്രോവേർട്ടാണ്, അന്തർമുഖൻ. കുറെ ആളുകളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് പണ്ട് ഗ്ലോസോഫോബിയ ഉണ്ടായിരുന്നു, സ്റ്റേജ് ഫ്രൈറ്റ്. ആരെങ്കിലും എന്റെ മുമ്പിൽ ഇരുന്ന് ചിരിച്ചാൽ ആകെക്കൂടെ ചെയ്യുന്ന പരിപാടി പാട്ട് പാടുക എന്നുള്ളതാണ്. അന്ന് പാടുമ്പോൾ കണ്ണടയ്ക്കും. അപ്പൊ എല്ലാവരും ചോദിച്ചു, ഇത്ര ചെറുപ്പത്തില് ഭയങ്കര ഭക്തനാണല്ലോ പയ്യൻ എന്നൊക്കെ വിചാരിച്ചു. ഭക്തി കൂടിയിട്ടല്ല, ഭയം കൂടിയിട്ടാ, പേടി കൂടിയിട്ടാ. ആരെങ്കിലും നോക്കി ചിരിച്ചാൽ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്തെങ്കിലും പിള്ളേരിൽ എന്തെങ്കിലും കാണിക്കും, താളം പോയി ഇടം പോയി എല്ലാം പോകും. ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ദൈവമേ സ്റ്റേജിൽ കയറുന്നു കയ്യും കാലും കറയ്ക്കാതെ നിന്നെ ഒന്ന് സ്തുതിക്കാൻ, തിരുവചനം പ്രസംഗിക്കാൻ ഒരു കൃപ തരണേ ആയിരക്കണക്കിന് പ്രാവശ്യം പ്രാർത്ഥിച്ചു. പക്ഷേ എന്തോ കിട്ടിയോന്നോ? കിട്ടിയോ? എന്റെ കൈ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ആ കിട്ടിയെന്ന് മാത്രമല്ല, ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് എന്നെ കൊണ്ടെത്തിക്കാൻ ദൈവത്തിന് കഴിയും. ഞാൻ പറയുന്നതറിയോ, ഒരു പക്ഷേ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത വീടായിരിക്കാൻ സാരയില്ല, ഇന്ന് പഠിക്കാമല്ലോ പുതിയൊരു കാര്യം. പക്ഷേ ഞാൻ ചത്താലും എന്റെ സ്വഭാവം മാറ്റൂല എന്ന് വാശി പിടിക്കുന്ന ചിലരുണ്ട്. അവിടെയാണ് കുടുംബം നരകമായി തീരുന്നത്. അപ്പൊ ഇത്രയും സുന്ദരമായ ഒരു ജീവിതം ഭൂമിയിലില്ല. കുടുംബം പോലെ ഭൂമിയിലെ സ്വർഗമാണ്, പക്ഷെ സ്വർഗമാക്കി തീർക്കണം. എന്നാൽ അത് നശിച്ചു പോയാൽ ഇത്രയും ഗതികെട്ട ഒരു ജീവിതം എത്ര പേരാണെന്നറിയോ? 18 കൊല്ലം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്ന് കരഞ്ഞോണ്ട് പറയുകയാണ്, ഭർത്താവും ഭാര്യയുമുണ്ട്, സ്കൂളിലെ അധ്യാപികയാണ് ഈ സ്ത്രീ. പുരുഷനും അതുപോലെ ഒരു ജോലിയുള്ള നല്ല ജോലിയുള്ള മനുഷ്യനാണ്. 18 കൊല്ലം 18 20 കൊല്ലം. ആ കൊല്ലത്തെത്തിയാലും നിങ്ങൾ വിഷമിക്കണ്ട. കുറച്ച് മുമ്പ് എന്റെ അടുത്ത് വന്നതാണ്. എന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഒറ്റ കാര്യ സ്ത്രീ പറഞ്ഞു, സാറേ 4 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റിരിക്കും, ഇദ്ദേഹത്തിന് കുഞ്ഞുങ്ങൾക്കും വേണ്ടതെല്ലാം ഞാൻ വെച്ച് വിളമ്പിയിരിക്കും, ആളുണ്ട്, പശുവുണ്ട്, കോഴിയുണ്ട്, എല്ലാത്തിനെയും ഞാൻ നോക്കും. എന്നിട്ട് ഞാൻ ഓടി സ്കൂളിൽ പോകും. എന്റെ ജോലി തീർത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വന്നാൽ സാരി ഇങ്ങനെ മാടി കുത്തിക്കൊണ്ട് ഇങ്ങേരും ജോലി കഴിഞ്ഞ് വരുമ്പോ ചായ കൊടുക്കും. ഞാൻ തുണി മാറിയിട്ടില്ല, ഡ്രസ്സ് മാറിയിട്ടില്ല. ഇങ്ങനെ വന്ന് എല്ലാ പരിപാടിയും എടുത്തിട്ട് പുള്ളി ഗെയിം കളിക്കാൻ പോവും, അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കാൻ പോവും, കൂട്ടുകാരോടെ കറങ്ങാൻ പോവും. ഞാൻ ഇന്നൊന്നും പോവില്ല, രാത്രിയിൽ അത്താഴം ഒരുക്കണ്ടേ, ഇതെല്ലാം ചെയ്യും. പക്ഷെ എന്റെ മക്കളാകട്ടെ എന്റെ ഭർത്താവാകട്ടെ എന്നോട് ഇതുവരെ ഒറ്റ വാക്കൊരു നല്ല വാക്ക് പറഞ്ഞില്ല. എടി നീ ഇത്രയും രാവിലെ എഴുന്നേറ്റ് പാതിരാത്രി വരെ 9 മണിയാകുമ്പോൾ ഞാൻ കട്ടിലിൽ അദ്ദേഹത്തിന്റെ കൂടെ ചെന്നില്ലെങ്കിൽ അതിന് എക്സ്ട്രാ ചീത്ത വിളി കേൾക്കുകയും വേണം. 12 മണിയായാലും സാറേ പാത്രം എല്ലാം കഴുകി തീർത്തിട്ട് എനിക്ക് കട്ടിലിൽ ചെല്ലാൻ പറ്റുകയല്ല. ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ, ഒരു കൈ സഹായിക്കാൻ ഒരാളും ഇവിടെ ഇല്ല. അവർക്കെല്ലാം അവരുടെ ജോലി, എനിക്ക് മാത്രം എന്റെ ഓഫീസിലെ ജോലി ചെയ്യണം, വീട്ടിലെ ആ ജോലി മുഴുവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത്രേ പറഞ്ഞു ആ സ്ത്രീ. എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, സാറേ ഒരു നല്ല വാക്ക് എനിക്ക് കേൾക്കണമെന്നുണ്ട് ചാകുന്നതിന് മുമ്പ്. എടി നീ ആയതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത്, നീ ഇല്ലായിരുന്നെങ്കിൽ വീടിന്റെ താളം മുഴുവനും തെറ്റിയേനെ. എനിക്ക് ശമ്പളം തരണ്ട സാറേ, വേറെ ഒന്നും തരണ്ട, അത് തരുന്നുമില്ല, ഒന്നും എനിക്ക് തരുന്നുമില്ല. എന്റെ ശമ്പളം കൊണ്ടാണ് ഞാൻ എന്റെ സാരി വരെ വാങ്ങുന്നത്. ഒരു നല്ല വാക്ക് അതെനിക്ക് കേൾക്കണം സാറേ, കേൾക്കണം. അതിനൊരു കാര്യം സാറേ, പള്ളിയിൽ ആരും ഗസ്റ്റ് വന്നാലും എന്റെ വീട്ടിലാണ്, കൺവെൻഷന് പ്രസംഗിക്കാൻ ആര് വന്നാലും എന്റെ വീട്ടിലാണ് താമസിപ്പിക്കുന്നത്. ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരം കഴിച്ചിട്ട് അവരെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ നല്ല ആഹാരം കേട്ടോ, വെരി ഡെലീഷ്യസ്. സ്വന്തമായിട്ടാണോ ചെയ്തത് അതോ വേറെ ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടോ? അതൊക്കെ കേട്ടോണ്ടിരുന്നിട്ട് ഇദ്ദേഹം ഒരു കമന്റ് അടിക്കും, ആഹാ നിങ്ങൾ വന്നതുകൊണ്ട് സ്പെഷ്യലാ, ഞാനിവിടെ എന്ന് കഴിക്കുന്നയാളാ, എനിക്കറിയാം ഇവരുടെ തനി കുക്കിങ്ങിന്റെ സ്വഭാവം. അതായത് ഒരാൾ ഒരു അഭിനന്ദനം കൊടുത്തതിന്റെ വില കെടുത്തുന്ന രീതിയിൽ ഭർത്താവ് ഒരു ഡയലോഗ് മേടിക്കും. എല്ലാം പറയാൻ പറ്റുമോ? ഭർത്താവല്ലേ, ഗസ്റ്റ് അല്ലേ, അച്ഛനും ഒക്കെ അല്ലേ വന്നിരിക്കുന്നത്, എല്ലാം മിണ്ടാൻ പറ്റുമോ? മിണ്ടത്തില്ല. അവസാനം മടുത്തിട്ട് എന്റെ അടുത്ത് വന്ന് പറയാം, സാറേ ഇത് ഒറ്റ കാര്യം എനിക്ക് കിട്ടിയാൽ മതി, ബാക്കി ഒത്തിരി പ്രശ്നമുണ്ട്, എന്നെ തല്ലിയിട്ടുണ്ട്, അതൊക്കെ വിട്ടേക്ക്, അതെല്ലാം ഞാൻ സഹിക്കാം, പക്ഷെ എന്റെ ജീവിതം വേർത്താണെന്ന്, ഞാൻ ഈ വീട്ടിൽ കൊള്ളാകുന്ന ഒരു ഭാര്യയാണെന്ന് എന്റെ പ്രിയപ്പെട്ടവൻ ഒന്ന് സമ്മതിക്കണം, എനിക്ക് അത്രയും മതി. അദ്ദേഹം പറഞ്ഞെന്നറിയോ, എന്നിട്ട് ഒരു കാര്യം ഈ സ്ത്രീ പറഞ്ഞു,
സാറേ ഞാൻ സാരി കൊടുത്ത് സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പോൾ പ്ലീറ്റ് പിടിക്കാനാണ് ഇദ്ദേഹത്തിനകത്ത് ചിലപ്പോഴൊക്കെ ചെല്ലും. അദ്ദേഹത്തിന് ഞാൻ എനിക്ക് തനിയെ സാരി കൊടുക്കാൻ അറിയാൻ വരാനിട്ടാണ്. അല്ല സാറേ, ഇയാൾ വരുന്നതിന് മുമ്പ് ഞാൻ സാരി കൊടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ എനിക്കത് നന്നായിട്ട് അറിയാം. പക്ഷെ അത് പിടിക്കുമ്പോഴെങ്കിലും എന്റെ മുഖത്തോട് നോക്കിയിട്ട് ഉള്ളതിനോട് ഈ സാരി എടുത്തപ്പോ നിന്നെ കണ്ടിട്ട് കുറച്ചുകൂടെ വൃത്തിയായിട്ടുണ്ടല്ലോ എന്ന് ഒരു ഡയലോഗ് പറയുന്നത് കേൾക്കാൻ വേണ്ടി സാറേ എന്റെ പ്രിയപ്പെട്ടവന്റെ നാവിൽ നിന്ന്. എന്നാൽ എല്ലാ ദിവസവും അപ്പുറത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന പറയണമാരുണ്ട്, മെഡിക്കൽ റെപ്പുകളാ. ഞാൻ ഇറങ്ങുന്ന സമയം നോക്കി നിന്ന് അവന്മാർ ഡോർ തുറന്നു, ആന്റി എവിടുന്ന ആന്റി സാരി എടുക്കുന്നത്? ഓ, ഞങ്ങളൊക്കെ കെട്ടുമ്പോ ആ കടയിൽ എടുക്കാനാ, കടയെന്ന് പറഞ്ഞു തരണേ. ആ സ്ത്രീ പറയാം, സാറേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവന്റെ കൂടെ അങ്ങ് പോയാലല്ല, ഒന്നുമില്ലല്ലോ അവനൊരു നല്ല വാക്ക് പറയില്ല, എന്നെ കളിപ്പിക്കാൻ പറയുക, എന്നെ കൊടുക്കാൻ വേണ്ടി ഒക്കെ എനിക്ക് അറിയാം. പക്ഷെ എന്റെ കൂടെ ഒരാളുണ്ടല്ലോ, അയാളെ നാവിൽ അതൊന്ന് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുക സാറേ. അപ്പം പുള്ളി സട പറഞ്ഞ് എഴുന്നേറ്റ് മിടുക്കനാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. പുള്ളി പറയാ, സാറേ ഇവള് ടീച്ചറാണ്, ഇവളെന്തോ ടീച്ചറാ, ബോധമുള്ള ടീച്ചറാണ്, ഇങ്ങനെയൊക്കെ പരാതി പറയുമോ? സാറേ അവളോട് ചോദിച്ചു നോക്ക്, ആഹാരം കരിഞ്ഞു പോയാൽ അന്ന് മുഖം അടച്ച് ഞാൻ അവളെ വടക്ക് പറയും, ചീത്ത പറയും. നീ നാണോടി ചെയ്യേണ്ടത്, കരിഞ്ഞു പോയാൽ ഉപ്പ് കൂടിയാൽ. പക്ഷേ എല്ലാ ദിവസവും ഉണ്ടാക്കുന്നത് നല്ലതാണെങ്കിൽ ഞാൻ നല്ലതെന്ന് പറയാറില്ല. കാരണം ബോധമുള്ള ഒരു ടീച്ചറിന് ചീത്തയായപ്പോൾ, മോശമായപ്പോൾ, കരിഞ്ഞു പോയപ്പോൾ വഴക്ക് കിട്ടി. ഇന്നലെ വഴക്ക് കിട്ടി, ഇന്ന് വഴക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഡെറിവേഷൻ അല്ലെ, ഡിറൈവ് ചെയ്യുന്നൂടെ. ഇന്നലെ മോശമായിരുന്നു, ഇന്ന് നല്ലതാണ്, അതിന് പറയണം. കൂടുതൽ ദിവസവും നല്ലതാണ്, കുറച്ച് ദിവസം മോശം. അപ്പൊ മോശമായ ദിവസം ചീത്ത വിളിക്കുക, വഴക്ക് പറയുക, നല്ലതായ ദിവസം മിണ്ടാതിരിക്കുക. എന്തൊരു സൈക്കോളജി എന്നറിയോ? ഈ സൈക്കോളജി പാലിക്കുന്ന ആരെങ്കിലും വീട്ടിലുണ്ടോ? നല്ലത് കണ്ടാൽ നല്ലത് പറയത്തില്ല, ചീത്ത കണ്ടാൽ വാങ്ങി പറയും, ശരിക്കും പറയും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഒന്ന്, സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം നടക്കുന്ന കുടുംബത്തിൽ തലമുറകളിലെങ്കിലും ദൈവത്തിൽ നിന്നകലും. കാരണം ദൈവം സ്നേഹം കാണിച്ച ദൈവമാണ്. കാൽവറിയിൽ 2 കരങ്ങളും വിലാപ്പുറത്ത് കുത്തുമൊക്കെ ഇട്ടിട്ട് യേശു പറഞ്ഞെന്നറിയോ, മുന്നേ ഐ ലവ് യു. ഒരുവൻ സർവ്വലോകവും നേടിയാലും ഒരാത്മാവ് നഷ്ടപ്പെടുന്നത് എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. മോനെ, നീ അടി കൊള്ളണ്ട, ഞാൻ കൊള്ളാം. പക്ഷെ നീ ഒന്ന് മാന്യമായി ജീവിക്കുന്നത് കാണാൻ, നീ കഞ്ചാവും കള്ളും ഒക്കെ കളഞ്ഞേച്ച് സ്ത്രീകളുടെ പുറകെ പോയി നിന്റെ ജീവിതം കളയുന്നതിന് മുമ്പേ വിശുദ്ധനായി ജീവിച്ച് എന്നെ ഒന്ന് സ്തുതിക്കുന്നത്, അണ പൊട്ടി ഹൃദയം പൊട്ടി ഹതാവേ ഹല്ലേലൂയ എന്ന് പറയുന്നത് കേൾക്കാൻ ഞാൻ സ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കാം. അടി ഞാൻ കൊണ്ടോളാം, എന്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യം കിട്ടണം. മരണം ഞാൻ ഏറ്റെടുത്തോളം. ഏത് മരണം? നിത്യമായ നരകത്തിലേക്കുള്ള മരണം, അത് ഞാൻ എടുക്കാം. പക്ഷെ അതെല്ലാം സ്നേഹത്തിനല്ല. അപ്പൊ വീട്ടിൽ എന്ത് ചെയ്യണമെന്നറിയോ? ക്ഷമിക്കാൻ പറ്റണം. എല്ലാത്തിനും 100 മാർക്ക് കിട്ടി, ഒരെണ്ണത്തിന് തോറ്റുപോയാൽ ആ തോറ്റതിനെ കുറിച്ച് പറഞ്ഞ് ചീത്ത വിളിച്ചു കൊല്ലാൻ ചെയ്യുന്നതിന് പകരം അല്ലേ, ജയിച്ചു പോയ ഓരോ വിഷയം എടുത്തിട്ട് ഓനെ കണക്കിന് 100 മാർക്ക്, സയൻസിന് 98 മാർക്ക്, അടിപൊളി കൊള്ളാം. ഇതെല്ലാം പറഞ്ഞ് തോറ്റ വിഷയത്തിന്റെ പേര് നിങ്ങൾ വായിക്കുന്നതിന് മുമ്പേ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, തോറ്റുപോയ വിഷയത്തിന്റെ പേര് വായിക്കുന്നതിന് മുമ്പേ മമ്മിയുടെ വായ മുട്ടിട്ട് പറയും, അതുപോലെ അടുത്ത പ്രാവശ്യം ഞാൻ ജയിച്ചോളാം. കാരണം 9 വിഷയത്തിന് കൺഗ്രാജുലേഷൻസ് കിട്ടിയ ഒരു കുട്ടിയുടെ ഉള്ളിൽ 10നും കൺഗ്രാറ്റ്സ് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? പോലെ വാസ്തവത്തിൽ ഉണ്ടാവില്ലേ? അതാണ് മോട്ടിവേഷൻ ടെക്നിക്ക്. അല്ലാതെ എന്തിനാണ് പഠിക്കാൻ വിടുന്നത്? നിങ്ങൾ സ്പെഷ്യൽ ട്യൂഷന് കൊടുത്ത് പഠിപ്പിച്ച കണക്കിന് മാത്രം മൊട്ടയും മേടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുക. ഇനി നാളെ കിട്ടിട്ട് ഞാൻ എങ്ങനെയാണ് എന്റെ ഓഫീസിൽ പോകുന്നത്? എല്ലാത്തിനും A+ കിട്ടുമെന്ന് ഞാൻ എല്ലാവരും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഒരെണ്ണത്തിന് A+ പോയില്ലടാ എന്ന് ചോദിച്ചാൽ ആ കുട്ടി എന്ത് വിചാരിക്കും? എന്നൊക്കെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ശരിക്ക് പോകും. ഇനി അങ്ങോട്ട് ഒറ്റ A+ ഇല്ലാതെ ഞാൻ സ്നേഹിക്കാൻ നമുക്കെല്ലാം അറിയാം. പക്ഷെ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം? ഞാൻ പ്രകടിപ്പിക്കുന്നത് ഭാര്യയ്ക്ക് കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ ഭാര്യയെ കുറ്റം പറയുന്നതിന് മുമ്പേ ഞാൻ കൊടുത്ത രീതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെ, ഞാനിപ്പോ ഒരു സമ്മാനം കൊടുക്കുക ആർക്കെങ്കിലും ഒരാൾക്ക്, ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ സമ്മാനം കൊടുക്കാം, ബർത്ത്ഡേ തിരിച്ചു കൊടുക്കുക, അങ്ങോട്ട് എന്നിട്ട് ഇടത്ത് കൈ ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ കൊടുത്താൽ ആ സമ്മാനം കൊടുത്താൽ വല്ല വിലയും
എന്താ പ്രശ്നം? സമ്മാനം ഞാൻ കൊടുത്തില്ലേ? ഇടതുകൈ എവിടെത്താ? ഇടതുകൈ എന്റെ കൈ തരില്ലേ? ഇടതുകൈ കൊടുത്താൽ എന്താ കുഴപ്പം? നല്ല പിള്ളേർ ചോദിക്കുന്ന എന്താ പ്രശ്നം? ഒരു പെണ്ണിന്റെ കൂടെ രാത്രിയിൽ നടക്കാൻ പോകുന്നത് എന്താ കുഴപ്പം? ഒരു പെണ്ണിന്റെ ബൈക്കേ കയറ്റി അവള് കെട്ടിപ്പിടിച്ചു എന്താ കുഴപ്പം? രാത്രിയിൽ ഇടയില്ലാതെ പോയി ഒരു റൂമിൽ ഞങ്ങൾ കിടന്നുറങ്ങി, ഉറങ്ങേണ്ടി വന്നു, അതിന് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന പിള്ളേരെ ചോദിക്കാൻ കൊടുത്തു, എന്താ കുഴപ്പം? നിങ്ങളെന്താ പറയും? ഒരാളെ ആദരിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ വീട്ടിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടതുണ്ടായിരുന്നു. ബസ്സിലൊക്കെ കയറുമ്പോൾ നമ്മളെക്കാൾ പ്രായമുള്ള ഒരാൾ, ഞാൻ ഇപ്പോഴും ഓർക്കും, 65-ാമത്തെ വയസ്സിലും എനിക്ക് നിൽക്കാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ എന്നെക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീയെ പുരുഷനെ കണ്ടാൽ ഇന്ന് ഞാൻ സീറ്റ് കൊടുക്കും. എന്താ കാര്യം അറിയോ? എന്റെ അപ്പനും അമ്മയും റെഡാ, നിനക്ക് ദൈവം വെച്ച ആരോഗ്യമുള്ള ആ പ്രായമുള്ള മനുഷ്യൻ ബസ് ഒന്ന് ചവിട്ടുമ്പോ മൂക്കും കുത്തി താഴെ വീഴൂടാ എന്ന് എന്റെ അപ്പൻ എന്നോട് പറയും. സ്നേഹത്തോടെ കേട്ടോ, ദേഷ്യപ്പെട്ടല്ല. അവനെ നിനക്ക് ഒരു കുഴപ്പം വേണമെന്ന് എഴുന്നേറ്റ് പോയി. നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുമോ? അച്ഛന്മാര് കയറിയ അല്ലേ? അച്ഛന്മാര് നിവൃത്തി ഉണ്ടെങ്കിൽ കുപ്പായ ഇടാതെ വെളിയിൽ പോകും. ചിലരോട് പറഞ്ഞു അതെ കുപ്പായിട്ട് പോയ ഓരോറ്റ പഴയതുപോലെ. അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ അർഹിക്കുന്ന ബഹുമാനം കിട്ടാതെ, സ്നേഹം കിട്ടാതെ, അത് കുടുംബത്തിലാണല്ലോ. പണ്ട് ഞാൻ ഓർക്കുന്നത് എന്റെ അപ്പനും അമ്മയും ടീച്ചേഴ്സാണ്. അവര് വീട്ടിലേക്ക് വരുമ്പോൾ, ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ചെന്നറിയോ? ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. സ്വന്തം അപ്പനും എഴുന്നേറ്റില്ല, അത് കഴുത്ത് കെട്ടുമൊന്നുമില്ല. അപ്പൊ എങ്ങനെ ബഹുമാനിക്കണം, ആരെ ബഹുമാനിക്കണം, എങ്ങനെ സ്നേഹിക്കണം, ആ സ്നേഹം എങ്ങനെ വഴിവിട്ട് നാശത്തിലേക്ക് പോകരുത് എന്ന് വീടുകളിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നാട്ടിൽ നിന്ന് അവർ പഠിക്കും. അതൊരു പക്ഷേ ജിഹാദിന്റെ രൂപത്തിൽ വരാം. ഇവിടെ സ്നേഹമില്ലെന്നും പറഞ്ഞ എത്ര പിള്ളേരെന്ന് കഴിഞ്ഞാൽ മലപ്പുറത്ത് താമസിക്കും. എന്തുമാത്രം കേസുകളാണ് വരുന്നറിയോ? ഒരല്പം സ്നേഹം ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന രീതിയിൽ വ്യാജമായ സ്നേഹം കൊടുത്താൽ, പ്രണയം കൊടുത്താൽ അതിന്റെ പിറകെ പോയി ജീവിതം മുഴുവനും തകർക്കുന്ന ഒന്നല്ല 1000 പേര്. എന്റെ അടുത്ത് വന്നവരുണ്ട് ഏതാണ്ട് 100-നടുത്ത ആളുകൾ. ഞാൻ അവിടെ വിടട്ടെ. അപ്പൊ ഒന്നാമത്തെ കാര്യം സ്നേഹം. 2, ഇത് കുടുംബത്തിൽ നിന്ന് പഠിക്കണം എന്ന് മാത്രമല്ല, നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ? ഉദാഹരണങ്ങൾ വഴിയാണ് സ്നേഹം നമുക്ക് പഠിപ്പിക്കാൻ പറ്റുന്നത്. എഴുതി പഠിപ്പിക്കാൻ പറ്റിയത്. എന്റെ അപ്പനും അമ്മയും ബഹുമാനിക്കുന്നത് കാണുമ്പോൾ എന്റെ കുഞ്ഞറിയാതെ അത് പഠിക്കുകയാണ്, അപ്ലൈ ചെയ്യാണ്. രണ്ടാമത് ചെയ്യില്ലെന്നറിയോ? നമ്മള് പിള്ളേരെ സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ചാൽ പോരാ, ആ കുടുംബത്തിൽ പഠിപ്പിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പന്റെ അമ്മയുടെ വിശ്വാസം മുഴുവനും തലമുറകൾക്ക് കൈമാറണം. അത് കുടുംബത്തിൽ. തിമോഥെയോസിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് ഹൃദയം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറയാണ്, നിന്റെ നിർവ്യാജ, 2 തിമോത്തിയിലാണ് ചാപ്റ്റർ 1 4-5 വാക്യങ്ങൾ, നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം ഞാൻ ദൈവത്തിന്. നമ്മളെല്ലാം വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു കാലത്ത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഓർക്കുക, പള്ളിയിൽ ആരാധനയ്ക്ക് കൂടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം കൊണ്ട് ഇരിക്കാൻ വരാൻ അന്നത്തെ ചെറിയ പള്ളിയിൽ. ഇന്നോ സ്തോത്രം ഉള്ളിലുണ്ട്. അപ്പോഴും ചോദിക്കും, അതുപോലെ ഉള്ളിൽ സ്തോത്രം പറഞ്ഞാൽ പോരെ, നാട്ടുകാരെന്തിനാ കേൾക്കുന്നത്? എന്റെ സാക്ഷ്യം ഉള്ളിൽ പറഞ്ഞാൽ പോലെ, വെളിയിൽ എന്തിനാ കേൾക്കുന്നത്? അത് കുട്ടികൾ പോലും കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ, ഞാൻ ഒരു ഉദാഹരണം പറയുന്നതിനോട് ക്ഷമിക്കണം. എനിക്ക് 3 മക്കളാണ്. എന്റെ മൂത്ത മോന്, ഞങ്ങൾ 2 പേര് സ്കൂളിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ വൈഫ് മത്തമ്മ സ്കൂളിലെ ഡെപ്യൂട്ടി എച്ച്എമായിട്ട് റിട്ടയർ ചെയ്തതാണ്. 19-ൽ റിട്ടയർ ചെയ്തു. 3000 പിള്ളേർ പഠിക്കുന്ന വലിയൊരു സ്കൂളാണ്. ഞങ്ങൾ 2 പേരും സ്കൂളിൽ പോയി. ഞാൻ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു, ഗവൺമെന്റ് മാനവേദൻ. അത് എന്റെ വീട്ടിൽ ഒരു 10 കിലോമീറ്റർ അപ്പുറത്താണ്. ഞാൻ ബൈക്കിൽ അങ്ങോട്ട് പോകും, വൈഫിനെ കൊണ്ട് വിട്ടേച്ച് തിരിച്ചു വരുമ്പോൾ വൈഫിനെ കൂട്ടിക്കൊണ്ട് ഞാൻ തിരിച്ചു വീട്ടിൽ വരും. അപ്പൊ ഞങ്ങളുടെ വീട്ടില് ഞങ്ങളെ സഹായിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളെയും എന്റെ മൂത്ത കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ജോലിക്ക് പോകുന്നത്. ഒരു ദിവസം വന്നപ്പോൾ ഒരേലിനകത്ത് അവൾ ഒലക്കൊണ്ട് ഇങ്ങനെ അരി ഇടിച്ചുകൊണ്ടിരിക്കുക. അരി ഇടിക്കുന്നതിനിടയിൽ കുഞ്ഞ് താഴെ ഒരു പായ വിരിച്ചിട്ട് അവിടെ കിടത്തിയത്. ബെഡ്റൂമിൽ കിടത്തിയാൽ കാണാൻ നോക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങളോട് സ്നേഹം കൊണ്ടാണ് കുഞ്ഞിനെ താഴെ കിടത്തിയത്. അരി ഇടിയുടെ ഊക്ക് ശക്തി വർദ്ധിച്ചപ്പോൾ തറ വൈബ്രേറ്റ് ചെയ്തിട്ട് കുഞ്ഞി ചാടി എഴുന്നേറ്റ് നീന്തി ചെന്ന്, എന്റെ ഓർമ്മ ശരിയാണ് 2 വയസ്സ് അല്ലേ, ഇതുപോലെ 2 വയസ്സ്, ഇടത് കൈ കൊണ്ട് ഒരലിനകത്ത് അരി വാരാനായിട്ട് കൈ കിട്ടി. അവള് കണ്ടില്ല കേട്ടോ, പാവം ജയെന്ന് അവളുടെ പേര്, ഒന്നും ലോകത്തിലില്ല. ഞങ്ങളെ അതുപോലെ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്. പക്ഷെ അവള് കണ്ടില്ല. താളത്തിനൊത്ത ഇങ്ങനെ കൈമാറി, ഇപ്പൊ ഒലക്കൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് പിള്ളേർക്ക് അറിയത്തില്ലായിരിക്കും. താളത്തിനൊത്ത് എങ്ങനെ ഇരിക്കുന്നത് രസമാണ് കണ്ടിരിക്കാനായിട്ട്. 2 കൈ കൊണ്ടും മാറി മാറി അവൾ ഇരിക്കുന്നതിനിടയിൽ അറിയാതെ കൈയിട്ടു. കൈ അങ്ങ് അകത്തെത്തിയപ്പോ അവൾ കണ്ടു, ഒലക്ക പിടിച്ചു നിർത്തി. പക്ഷെ ശരിയായില്ല. ആ ഒലക്കയുടെ മൂടി ചെന്ന് കരിങ്കല്ലിൽ ഇരിക്കുന്ന കുഞ്ഞിന്റെ ഇടത് കൈ തള്ള വിരലിൽ ചമ്മന്തിയായി. 2 വയസ്സുള്ള കുഞ്ഞിന്റെ തള്ളവരലെ ഒലക്ക കൊണ്ട് ഇടി കിട്ടിയാൽ
കൂടെ വെച്ച് ഇരുമ്പിന്റെ പുറത്ത് കൈ വെച്ചിട്ട് അടിച്ചതുപോലെ ആയി പോയില്ലേ. എന്തോ ചെയ്യാൻ, ഒത്തിരി ബ്ലഡ് കണ്ടാൽ ഞാൻ താഴെ വീഴുന്ന തലകറങ്ങി. എന്റെ സ്വഭാവം അത് അത്രയ്ക്ക് ഒരു ഇൻട്രോവേർട്ടാണ്, ബോൺ ഇൻട്രോവേർട്ടാ. തങ്ങളുടെ ഇച്ചിരി കുറഞ്ഞാണ്. പക്ഷെ ദൈവം എന്നെ മാറ്റിയെടുത്ത് ഓർക്കുമ്പോൾ എനിക്ക് സ്തോത്രം പറയാതിരിക്കാൻ കഴിയില്ല. ഏത് മനുഷ്യനെയും മാറ്റാൻ ദൈവത്തിന് കഴിയും. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. ഞാനന്ന് നേരത്തെ സ്കൂൾ വിട്ടു, സ്റ്റാഫ് ടീച്ചിങ് കഴിഞ്ഞു. സാധാരണ ഒരിക്കലും 4 മണിക്ക് മുമ്പ് സ്കൂൾ വിടാറില്ല. അന്ന് 2 മണിക്ക് വിട്ടു. സ്റ്റാഫ് ടീച്ചിങ് കഴിഞ്ഞ് ഇനി പോകേണ്ടവർക്ക് പോകാമെന്ന് ഉച്ചയ്ക്ക് സൈൻ ചെയ്തിട്ട് ഇറങ്ങി. ഞാൻ ബൈക്കെടുത്ത് പോകുന്നു. 4:30 എന്റെ ഭാര്യയുടെ സ്കൂൾ വിടുകയുള്ളൂ. 4:30 വരെ എന്തിനാണോ വെയിറ്റ് ചെയ്യുന്നത്? ആ സമയത്ത് പോയി കൊണ്ടുവരാൻ നേരെ വീട്ടിൽ ചെന്നു. എന്ന് ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ മെയിൻ ഡോർ തുറന്ന് കുഞ്ഞിനെ കുളിപ്പിച്ച് വേഷമൊക്കെ മാറി ചൂട് ചായയൊക്കെ ഫ്ലാസ്കിൽ ഇട്ടിട്ടാണ് അവള് ഞങ്ങളെ എതിരേൽക്കാൻ വരുന്നത്. അന്ന് നേരത്തെ ചെന്നത് കൊണ്ടാവും അവിടെ കണ്ടില്ല, ഫ്രണ്ട് ഡോർ തുറന്നിട്ടില്ല. ബാക്കിൽ ചെന്നപ്പോൾ വർക്ക് ഏരിയയുടെ ഡോർ തുറന്നിട്ടിരിക്കുന്നു, അടുക്കളയുടെ അടുത്ത്. ആ ഡോർ പകുതി തുറന്നു കിടക്കുന്ന ഡോർ തുറന്ന് അകത്തോട്ട് കയറിയപ്പോൾ ഞാൻ കണ്ടത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന എന്റെ കുഞ്ഞിനെയാണ്. അവൾ അന്ന് 2 പശുക്കൾ വീട്ടിലുണ്ട്. അതിനെ കറക്കുന്നത് ഈ ജയാണ്. അതുകൊണ്ടാവാം ഈ തള്ളവൻ ഒരു മഗ്ഗിനകത്ത്, ഒരു കപ്പിനകത്ത് വെള്ളമെടുത്ത് ആ മഗ്ഗിനകത്തോട്ട് പശുവിനെ കറക്കുന്നത് പോലെ ആ വേരിൽ ഇങ്ങനെ പിഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ രക്തം ഇല്ലാതാക്കാനായിട്ട് അവൾ ശ്രമിക്കുക. സ്കൂളിൽ പോയി പഠിച്ച കുട്ടിയല്ല, ഒരു അനാഥ മന്ദിരത്തിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ ദത്തെടുത്ത് വളർത്തിയതാണ്. അതുകൊണ്ട് അവൾക്ക് അറിയില്ല ബ്ലഡ് ക്ലോട്ട് ചെയ്യിക്കുന്നത് എങ്ങനെയാണ്. ഞാൻ വന്നപ്പോൾ കുഞ്ഞു വെളുത്ത് വിളറി മഞ്ഞടിച്ച് ചത്ത മീനിന്റെ കണ്ണുപോലെ എങ്ങും ഫോക്കസ് ചെയ്യാത്ത കണ്ണുമായിട്ട് കിടക്കുന്നു. എനിക്കറിയാവുന്ന രീതിയിൽ പൾസ് പിടിച്ചു നോക്കി ഒരു രക്ഷയില്ല. വേഗം ഓടി ഒരു ഹൈന്ദവനായ ഡോക്ടർ മോഹൻദാസ് ഉണ്ട് ഞങ്ങളുടെ വീടിന്റെ ഒരു 4 വീട് അപ്പുറത്ത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. ഓടിച്ചെന്ന് ഞാൻ ഡോക്ടറെ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം, ഒരു അപകടം ഉണ്ടായി. ഡോക്ടർ ഈ കൊച്ചിനെ കണ്ട് പൾസ് നോക്കി ചോദിക്കുക, എടാ കൊല്ലാനാണ് നീ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇപ്പൊ ഈ കൊച്ചു ചാകും, ഒരു തുള്ളി രക്തം ആ കൊച്ചിന്റെ ശരീരത്തിലില്ലല്ലോ, നീ വീട്ടിലിട്ടാ പോരെ. ഈ ചെറിയ ക്ലിനിക്കിൽ കിടന്നൊരു കുഞ്ഞു മരിച്ച ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ രോഗികളെ കൊണ്ട്? നീ എന്തിനാ എന്നെ ബുദ്ധിമുട്ടി? ഞാൻ പറഞ്ഞു ഡോക്ടറെ ഒന്നും ചോദിക്കാനും പറയാനുമുള്ള മാനസിക അവസ്ഥ എനിക്കില്ല, എന്തെങ്കിലും ചെയ്യണം. ബ്ലഡ് ഏത് ഗ്രൂപ്പാന്ന് അറിയില്ല, ഞാൻ എവിടുന്നേലും സംഘടിപ്പിക്കാം, പറ ഏത് ഗ്രൂപ്പാണ് ബ്ലഡ്. അകത്തേക്ക് ആ കുഞ്ഞിനെ കൊണ്ട് കയറിയിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിയർത്തൊലിച്ച്, എന്റെ മകനെ പോലെ സ്നേഹിക്കുന്ന ആളാണ് കേട്ടോ. എന്റെ വൈഫിന് ഡെലിവറി, ഈ കുഞ്ഞിനെ ഡെലിവറി ചെയ്തത് മാത്രം എനിക്കില്ല, ഒരു സംവിധാനമില്ല. പക്ഷെ ഒരു കുഴപ്പമില്ല, ദൈവം കുഞ്ഞിനെ തന്നതാണ്. അകത്തോട്ട് കയറി 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇറങ്ങി വന്ന് എന്റെ കയ്യെ മുറുകെ പിടിച്ചു. എന്നോട് പറഞ്ഞു, നീ പേപ്പറെ ഒപ്പിട്. വിരല് മുറിച്ച് കളയാതെ ഒരു നിവൃത്തിയില്ല. അത് ഇടിച്ച് ചതഞ്ഞു പോയി, വെച്ചോണ്ടിരുന്ന കൈപ്പത്തി മുഴുവനും പഴുക്കും, പിന്നെ കൈ മുറിച്ച് കളയേണ്ടി വരും, വേഗം ഒപ്പിട്, ഞാൻ അത് മുറിച്ച് കളയാൻ പോവാണ്. ഞാൻ പറഞ്ഞു ഡോക്ടറെ ഒപ്പൊക്കെ പിന്നെ ഇടാം, ഞാൻ എങ്ങോട്ടും പോകുന്നില്ലല്ലോ, എല്ലാ ദിവസവും ഇവിടെ വന്ന് നിങ്ങളെ കണ്ട് മോനെ പോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നല്ലേ, എന്റെ വീട് നിങ്ങൾക്ക് അറിയില്ലേ, അതിനൊന്നും സമയം കളയണ്ട, വേഗം പോയി എന്തെങ്കിലും ചെയ്യും. വൈദ്യശാസ്ത്രം പഠിപ്പിച്ചത് അകത്തോട്ട് കയറി ആ പേപ്പറോട് വെച്ചിട്ട് അകത്തോട്ട് കയറി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം, ആലോചനകൾ കൊടുക്കുന്നവൻ ദൈവമാണ്. ദൈവം അദ്ദേഹത്തിന്റെ ഉള്ളിൽ പറഞ്ഞു, അത് എന്നോട് പുള്ളി പറഞ്ഞു, എടാ മോനെ, നീ യേശുവിനെ വിശ്വസിക്കുന്ന ആളല്ലേ, യേശുവിനെ വെച്ച് പാടാൻ പോകുന്ന ആളല്ലേ, നിന്റെ യേശു ലാസറെ പുറത്തു വന്ന് പറഞ്ഞപ്പോ ചീനി നാറ്റം വെച്ച ലാസറ് പുറത്തു വന്നു നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു ഡോക്ടറെ എന്തിനാ അതൊക്കെ ഇപ്പൊ പറയുന്നേ, ഡോക്ടർ എന്തെങ്കിലും ചെയ്യും. അവനെ അത് പറഞ്ഞൊരു കാരണമുണ്ട്, നിന്റെ യേശുവിനോട് നീ പ്രാർത്ഥിക്കാൻ. എനിക്ക് 33 കോടി ദൈവങ്ങളുണ്ട്, ഞാനൊരു ഹൈന്ദവനാണ്, നിനക്കറിയാമല്ലോ. എന്റെ ഇഷ്ട ദൈവങ്ങളോട് ഞാനും പ്രാർത്ഥിക്കാം. പക്ഷെ വിശ്വാസത്തെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉള്ളത് കൊണ്ട്, എന്റെ പിതാവിനെ പോലെ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു ഡോക്ടറെ, 33 കോടി ദൈവങ്ങളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ, കണ്ണുണ്ടെങ്കിലും കാണാത്ത, കാതുണ്ടെങ്കിലും കേൾക്കാത്ത, വിളിച്ചാൽ കേൾക്കാൻ കഴിയാത്ത ആ ദൈവങ്ങളോട് പ്രാർത്ഥിച്ച് ഡോക്ടർ സമയം കളയേണ്ട. സ്നേഹത്തിന്റെ പേരിൽ പറഞ്ഞതാണ്, പരിഹസിക്കാൻ പറഞ്ഞതല്ല. അത് അദ്ദേഹത്തിന് അതുപോലെ മനസ്സിലാവും. എന്റെ യേശു ഒന്നേ ഉള്ളൂ, ഒരു ദൈവമേ എനിക്കുള്ളൂ. അഖിലാണ്ടത്തെ ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവം, മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ദൈവം, ലാസറിയെ പുറത്തുവാ എന്ന് പറഞ്ഞാൽ അതുപോലെ ചീഞ്ഞ് നാറ്റം വെച്ച മനുഷ്യൻ പുറത്തു വരുന്ന അത്രയ്ക്ക് പവർഫുൾ ആയ ദൈവം, ആ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാം. ഡോക്ടർ ഒരു കാര്യം ചെയ്യും, വൈദ്യശാസ്ത്രം പഠിപ്പിച്ച് ചെയ്താട്ടെ. ഒരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹം അകത്തോട്ട് പോയി നഖം മുഴുവനും റൂട്ടടക്കം അത് കളഞ്ഞു, ഉണ്ടായിരുന്ന ഇറച്ചി ചുരുട്ടിക്കൂട്ടി പൊതിഞ്ഞു കെട്ടി എന്റെ തന്നു. ഒരാഴ്ചയിലേക്ക് കൊണ്ടുപോവാ, നിന്റെ യേശു പ്രവർത്തിക്കുമോ ഇല്ലയോ നോക്കാം. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെ കൊണ്ട് ചെന്നു.
ഒരു പ്രതീക്ഷയില്ല കേട്ടോ. അതിന് മുമ്പ് എന്റെ വീട്ടിൽ അത്ഭുതങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പൊ പ്രതീക്ഷിക്കാൻ ഒരു വകയില്ല. അവിടെ നടന്നു ഇവിടെ നടന്നു എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ഞാനത് കണ്ടിട്ടില്ല. കാരണം നമ്മുടെ വീട്ടിലൊന്നും നടക്കുകയെന്നൊരു ചിന്തയാണ്. പക്ഷെ ദൈവം കരുണാമയനായി എവിടെ ആവശ്യം വരുന്നോ അവിടെയൊക്കെ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. ഞാൻ ആ കുഞ്ഞിനെ കൊണ്ട് ചെന്നപ്പോൾ ആ കുഞ്ഞിനെ എന്റെ കയ്യിൽ നിന്ന് വേഗം വാങ്ങിയിട്ട് എന്നെക്കാൾ ഈഗറായിട്ട് ഡോക്ടർ മോഹൻദാസ് ഇരിക്കുകയാണ്. ഈ വിരലിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേഗം അകത്തോട്ട് കൊണ്ടുപോയി വേഗം പൊതികെട്ടൊക്കെ അഴിച്ചു നോക്കിയിട്ട് നേഴ്സിന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് ഓടി വന്ന് എന്നെ കാലിക്കട്ട് ഊട്ടി ഹൈവേയുടെ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കാണ്. വഴിയെ പോകുന്നവർക്കൊക്കെ കാണാം ഡോർ തുറന്നിട്ടിരിക്കുകയാണ്. എന്നെ മുറുകെ കെട്ടിപ്പിടിച്ചിട്ട് എന്ന് പറഞ്ഞു, മോനെ നിന്റെ യേശു പ്രാർത്ഥന കേട്ടു, ഇനി ആ വിരല് മുറിക്കണ്ട, പക്ഷെ നഖം വരാൻ നീ പ്രാർത്ഥിക്കരുത് കേട്ടോ. വേരടക്കം അതിന്റെ റൂട്ടടക്കം, നഖം കേൾക്കുന്നത് ചോട്ടിനാണല്ലോ നമുക്കറിയാം, അതുകൊണ്ടാണ് വെട്ടിയ വേദന ഇല്ലാത്തത്. അതിന്റെ റൂട്ടടക്കം ഞാൻ കളഞ്ഞു, അത് വരാൻ വേണ്ടി മാത്രം നീ പ്രാർത്ഥിക്കണ്ട. ഇതെന്നോട് ഒരു സൈഡിൽ നിന്നുകൊണ്ട് ഡോക്ടർ മോഹൻദാസ് പറയുമ്പോൾ മറുകാതുകളിലൂടെ എന്റെ കർത്താവ് പറയുന്ന പോലെ ഞാൻ ഇങ്ങനെ കേൾക്കുക. മോനെ, ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് കുഞ്ഞിന്റെ വിരല് മുറിച്ചു കളയണമെന്ന് ഡോക്ടർ പറഞ്ഞത്, ഇത്ര വലിയൊരു അത്ഭുതം, ഒരു ഹീലിംഗ് ഒരു 1 വീക്ക് കൊണ്ട് നടന്നത് പുള്ളി കണ്ടിട്ടില്ലെന്ന് പറഞ്ഞില്ലേ പുള്ളിയുടെ മെഡിക്കൽ സയൻസ് ജീവിതത്തിൽ, പുള്ളിയുടെ ഡോക്ടർ ജീവിതത്തിൽ. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഇത്രയും വലിയൊരു വൂണ്ട് ഹീൽ ചെയ്യാൻ എനിക്ക് കഴിയുമെങ്കിൽ വരികയെന്ന് ഡോക്ടർ മോഹൻദാസ് പറഞ്ഞ നഖവും നൽകാൻ എനിക്ക് കഴിയില്ല മോനെ. ഞാൻ അറിയാതെ കൈവക്കി പകർത്താവേ സ്തോത്രം, നിനക്ക് കഴിയാത്തതൊന്നുമില്ല. നിന്റെ മോൻ മസ്കറ്റിൽ ഒരു കമ്പനി ഹെഡ് ചെയ്യാണ്, 1ാം ക്ലാസ് അക്കൗണ്ട് കേട്ടോ. എങ്ങനെ വന്നെന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഞാൻ അവൻ കുറച്ച് വലുതായി സ്കൂളിൽ പോയിട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ ഞാൻ ഒരു 8 മീറ്റർ റോഡ് ക്രോസ് ചെയ്ത് വരണമെങ്കിൽ ആരെങ്കിലും കയ്യെ പിടിക്കണം, ദൈവത്തിന്റെ ദൂതൻ കയ്യെ പിടിക്കും. അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഈ ബാഗ് ഒക്കെ താത്തു വെക്കുന്നതിന് മുമ്പ് ഞാൻ എന്നോട് പറയും, മോനെ ലിഫ്റ്റ് യുവർ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സേ പ്രൈസ് ദി ലോർഡ്. കൊച്ചല്ലേ, അപ്പൻ എന്ത് പറഞ്ഞാലും കേൾക്കും. അവൻ ഇടത്തെ കൈ നോക്കും, പ്രൈസ് ദി ലോർഡ് എന്ന് പറയും. അച്ഛൻ ഞാൻ പോകട്ടെ, പിന്നെ ചായ കുടിക്കാനുള്ള ഓട്ടമാണ്, പാല് പിടിക്കാനുള്ള ഓട്ടമാണ്. അവൻ പോകും പാല് പിടിക്കും. ഞാൻ ഒന്നും പറയുന്നില്ല, കഥയൊന്നും പറയുന്നില്ല. എല്ലാ ദിവസവും അവൻ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ അവൻ ഇടത് കൈ പൊക്കും, സേ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോൾ അവൻ ഉറക്കെ പ്രൈസ് ദി ലോർഡ് പറയും. കുറച്ചുകൂടെ പ്രായമായി വിവരമായി ചോദിക്കാനൊക്കെ പ്രായമായി അച്ഛക്ക് നട്ട എന്നെ കാണുമ്പോ ഇടത് കൈ പൊക്ക്, എന്നാ പിന്നെ വലത് കൈ എന്താ പൊക്കാൻ പറയാത്തത്? എന്നെ കണ്ട ഉടനെ അച്ഛക്ക് അസുഖം തുടങ്ങും. അച്ഛന് പ്രായമായിട്ട് ചോദിച്ചു കേട്ടോ, എന്റെ കണ്ണു നിറഞ്ഞു. എനിക്ക് തോന്നി അന്ന് സത്യം അവനോട് പറയാനുള്ള സമയം പക്വമായി പാകമായി. ഞാൻ പറഞ്ഞ മോനെ എന്റെ ലെഫ്റ്റ് ഹാൻഡിൽ നീ നിർത്തിയ തള്ളവെള്ളം നിർത്തി. അച്ഛേ ശരിയുണ്ട്, ഒരു വലിയ കത്തി കൊണ്ട് വെട്ടിയവൾ. അതെന്താന്നറിയോ അച്ഛൻ? എനിക്കറിയില്ല, പറ. ഞാൻ പറഞ്ഞു, നീ പോയി ജയചേച്ചിയോട് ചോദിച്ചു. അവൻ ആ ബാഗ് നോക്കിയിട്ട് ചോദിച്ചു, ജയചേച്ചി എന്റെ കൈ ആരാ വെട്ടിമുറിച്ചത്, എന്താ പറ്റിയെന്ന് പറ. അച്ഛൻ പറഞ്ഞു ജയചേച്ചിയോട് ചോദിക്കാൻ. അവള് വെട്ടിക്കൊന്ന പോലെ കരയുക. കാരണം അവളുടെ അബദ്ധം കൊണ്ട് പറ്റിയെന്നൊരു ചിന്ത അവൾക്കുണ്ട്. അതുകൊണ്ട് അവൾക്കൊന്നും മറുപടി പറയാനില്ല. അവളെ ഏകി മോങ്ങി കരയുക. കുറെ നേരം നിന്നിട്ട് ജയിച്ചേച്ചി ഒന്നും പറയുന്നില്ല ഓടി എന്റെ അടുത്തോളൂ. ഞാൻ പറഞ്ഞു, മോനെ ജയിച്ചേച്ചിക്ക് പറയാൻ പറ്റിയില്ല, ഞാൻ പറയാം. 2 വയസ്സോളം നിന്നെ 6 അടി മണ്ണിലേക്ക് കുഴിച്ചിട്ടിട്ട് വീട്ടിലിരുന്ന് ഏങ്ങി മോങ്ങി കരയേണ്ടവരാണ് ഞങ്ങൾ 2 പേരും. പക്ഷെ നിനക്ക് ഇത്ര വയസ്സായില്ലേ, യേശുപ്പിച്ച നിനക്ക് ആയുസ് തന്നില്ലേ, സ്തോത്രം പറയണ്ടേ, താങ്ക് യു പറയണ്ടേ, സ്തോത്രം പറയണ്ടേ, താങ്ക് യു പറയണ്ടേ. നിനക്ക് ആരെങ്കിലും ഒരു ചോക്ലേറ്റ് മേടിച്ചെന്നാ താങ്ക് യു എന്നുള്ളത് നീ പറയില്ലേ? നിന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലേ? ഇവിടെ ഇത് ചോക്ലേറ്റ് അല്ല, നിന്റെ ലൈഫാ തിരിച്ചു തന്നത്. ഇനി ഒരിക്കൽ പോലും ഞാൻ പറയേണ്ടി വന്നിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴൊക്കെ അവൻ കൈ നോക്കി, ദൈവമേ സ്തോത്രം. ഇന്നും ഇവിടെ പ്രസംഗിക്കാനെങ്കിലും ഞാൻ അവനോട് പറഞ്ഞു, അവനെ പ്രാർത്ഥിച്ചോളാം. അവൻ പറഞ്ഞു, ഓൾ ദി ബെസ്റ്റ്. കാരണം അവനെ അറിയാം യേശു ആരാണ്. അപ്പൊ എങ്ങനെ കുഞ്ഞുങ്ങൾ ഇത് പഠിക്കുന്നത്? ഇനി അവനോട് പള്ളിയിൽ പോടാ, പ്രാർത്ഥിക്കടാ, ബൈബിൾ വായിക്കണം ഞാൻ പറയണ്ട. കാരണം അവന് ജീവനെ തിരിച്ചു കൊടുത്ത ഒരു ദൈവമുണ്ട് എന്നാണ് അറിയാം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് PhD എടുക്കാൻ കഴിഞ്ഞില്ലൊരു പേടിക്കൊന്നും വേണ്ട. എന്റെ മോനെ 5 പേരെ എന്റെ കമ്പനിയിൽ ജോലിക്ക് എടുത്തു. സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടേ ഇല്ല. അവൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട, പണി കൊടുത്താൽ ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് ജോലി കൊടുക്കാൻ. സർട്ടിഫിക്കറ്റ് ചുരുട്ടി വെച്ചിട്ട് എന്താ കാര്യം? വേണം കേട്ടോ, സർട്ടിഫിക്കറ്റ് വേണ്ട, പഠിക്കേണ്ടതല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പിള്ളേർ സ്കിൽഡായി അവർക്ക് ദൈവം കൊടുത്ത കഴിവുകളെ വളർത്തിയെടുക്കണം. ആ കഴിവ് മുഴുവൻ ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി. അതുകൊണ്ട് എല്ലാവരും എന്നെ പോലെ ജോലി രാജിവെച്ച് പോകണമെന്നല്ല കേട്ടോ. നല്ലൊരു എത്തിക്സ് ഉള്ള ഡോക്ടറെ ഇന്ന് ആവശ്യമുണ്ട്. RTO ഓഫീസിൽ കൈക്കൂലി വാങ്ങാത്ത ഒരു RTOയെ ദൈവത്തിന് ആവശ്യമുണ്ട്. കിഡ്നി അടിച്ചു മാറ്റാത്ത നല്ലൊരു സർജനെ ദൈവത്തിന് വേണം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആര് പോകും?
എല്ലാവരും ഉപദേശി അച്ഛനുമാകാൻ പോകണ്ട, ആ കാലം കഴിഞ്ഞു. ഇന്ന് ജീവിത യാഥാർത്ഥ്യങ്ങളോട് മല്ലടിക്കുന്ന കൂലിപ്പണിക്ക് പോകുന്ന വിശ്വസ്തനായ ഒരു കൂലിപ്പണിക്കാരനെ വേണം, ഒരു നല്ല പ്ലംബറെ വേണം. നമ്മുടെ മക്കളൊക്കെ എവിടെ പോയി? ഞാനിത് പറഞ്ഞതിനറിയോ? ഒന്നാമത്തെ കാര്യം, സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം. 2, നിർവ്യാജ വിശ്വാസം കുഞ്ഞുങ്ങളുടെ കയ്യിലോട്ട് കൊടുക്കണം. അത് പള്ളി പോടാന്ന് പറഞ്ഞ പുസ്തകം എടുക്കണം, ബൈബിൾ എടുക്കണം, തല്ലിക്കൊന്ന് പള്ളി വിട്ടാൽ അവൻ പോയി മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കും. എന്നാൽ അവൻ യേശുവിനെ സ്തുതിക്കാനാണ് ആലയത്തിൽ വരുന്നതെങ്കിൽ അവൻ ദൈവത്തിന് സ്തോത്രം പറയും. അടുത്തെന്ത് നടന്നാലും ബോംബ് പൊട്ടിയാലും അവൻ അറിയില്ല. കാരണം അവൻ മുഴുവനും, അവന്റെ ഏകാഗ്രത മുഴുവനും കാൽവരി ക്രൂശിലാണ്. അത് അപ്പനിൽ കണ്ടാൽ, സ്തോത്രം പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അപ്പന്റെ കണ്ണ് നിറഞ്ഞ് ഒരിക്കലെങ്കിലും മോൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ചോദിക്കും, എന്തിനാണ് ഡാഡി കരയുന്നേ? 1000 വിഷയങ്ങൾ പറയാനുണ്ട്. മോനെ, ദൈവം നടത്തിയ വഴികളെ ഓർത്താൽ സ്റ്റേജിൽ കയറുമ്പോൾ കൈയും കാലും നിറച്ച് എന്നെ കൈയും കാലും നിറയ്ക്കാതെ സ്റ്റേജിൽ നിർത്താൻ എന്റെ യേശുപ്പച്ചന് കഴിയുമെങ്കിൽ അതെന്റെ ട്രെയിനിങ് കൊണ്ടല്ല കേട്ടോ. ട്രെയിനിങ് നല്ലതാ, വേണം, ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. എന്റെ അടുത്ത് വന്ന ഒരു പയ്യൻ, ജോർജ് എന്നാണ് പേര്. അവന്റെ അമ്മ താടിക്ക് തട്ടി പറയും, സാറിന്റെ മുഖത്തോട് നോക്കി പേര് പറയടാ. അവന് നോക്കാൻ പറ്റുന്നില്ല. എന്നെക്കാൾ ഒരു ഇൻട്രോവേർട്ടാ. അവന്റെ തല കുനിച്ചു വെച്ചോണ്ട് എന്തോ പറയുന്നുണ്ട്, എനിക്ക് കേൾക്കാൻ മേല. അമ്മ അടുത്തിരുന്ന് ദേഷ്യത്തിന് അമ്മ അവന്റെ താടിക്ക് പിടിച്ചു പോയി, താടി കുട്ടി മുഖത്തോട്ട് നോക്കി പറയടാ. അമ്മ താടിക്ക് തട്ടും, പോക്കും, കൈയെടുക്കും, താഴെ സ്പ്രിങ് പിടിപ്പിച്ച ചോയ് പോലെ. ഞാൻ അവന്റെ ചുമലിലേക്ക് കൈയിട്ടിട്ട് പറഞ്ഞു, മോനെ, ഒരു കുഴപ്പമില്ല, അമ്മയുടെ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. തല ഉയർത്തി എന്റെ കണ്ണിൽ നോക്കി പേര് പറയാം. നീ താഴെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്റെ പേരെന്താ? ഒരു തവള കരയുന്ന ശബ്ദം കേൾക്കാം. ആ വർഷം അവസാനം അവന്റെ സ്കൂൾ ആനിവേഴ്സറിക്ക് ജോർജ് സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുകയാണ്. അവന്റെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തിട്ട് എന്നെ ഓൺലൈനിൽ എന്നെ കണക്ട് ചെയ്തു, സാറ് ഒന്ന് കാണണം, എന്റെ മോൻ ജോർജ് ആ സാറ് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നത്. സാറിന് ഓർമ്മയുണ്ടോ? ഈ കൊല്ലം ആരംഭത്തിൽ അവനെ കൊണ്ടൊന്ന് പേര് പറയാൻ ഞാൻ താടിക്ക് തട്ടി താടി പൊക്കിയത് സാറിന് ഓർമ്മയുണ്ടോ? എന്റെ സാറേ, ഒരു കൊല്ലം കൊണ്ട് എന്റെ മോനെ ദൈവം മാറ്റി സാറേ. അതിനെന്നെ സഹായിച്ചത് സാറാണ്, സാറിന്റെ കരങ്ങളാണ്. ഇന്ന് 700ഓളം ആളുകൾ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടവര് നമ്മുടെ നാട്ടിലുണ്ട്. 7 പ്രാവശ്യം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ സ്ത്രീയാണ്. ഞാൻ പറഞ്ഞതില്ല, ഞാൻ വലിയ ഹാനിയം ചെയ്യാന്ന് പറയാനല്ല. ദൈവത്തിന് നമ്മളെ വേണം, ദൈവത്തിന്റെ സ്നേഹം നാം അറിയണം. നമ്മുടെ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് VBS നമ്മൾ പറയും, തലമുറ കൈമാറി അല്ലെ? അന്ന് തൊട്ട് ഇന്ന് വരെ എന്തോ കൈമാറിയില്ല. കൈമാറിയത് ഒറിജിനൽ വിശ്വാസമായിരുന്നെങ്കിൽ, ജെന്യുവിൻ ഫെയ്ത്ത് ആയിരുന്നെങ്കിൽ, നമ്മുടെ പള്ളിയിൽ ഇടയില്ലാതെ നമ്മൾ ചെറുപ്പക്കാർ ഇടിച്ചു കയറണമായിരുന്നു. നമ്മുടെ ചെറുപ്പക്കാർ മറ്റുള്ളവരോട് യേശുവിന്റെ സ്നേഹം പറയണമായിരുന്നു. എന്റെ ചിന്തയിൽ എവിടെയൊക്കെയോ നമുക്ക് ചില കാര്യങ്ങളൊക്കെ കൈമോശം വന്നു തീർത്തണം കേട്ടോ. നമുക്ക് ഒരാഴ്ച ഉണ്ടല്ലോ, തീർന്നിട്ടില്ല. 60 അല്ലെ 70 അല്ലെ 80 അല്ലെ ആയിട്ടു, തീർന്നത് വരെ നമുക്ക് ഓടാം. മൂന്നാമത് ഒരു കാര്യം കൂടെ ചെയ്യണം. ഫാമിലി where lives are shaped for eternity. കുടുംബം എന്ന് പറഞ്ഞാൽ നിത്യതയ്ക്ക് ജീവിതങ്ങളെ ഒരുക്കുന്ന സ്ഥലമായി മാറും. ഇവിടെ ഞാൻ കണ്ട കാഴ്ച, മരണവും കാത്തു കിടക്കുന്ന പ്രായമുള്ളവർ ഒന്ന് മരിച്ചു കിട്ടിയാൽ, ദയാവധം ഇവിടെ എങ്ങാനും നടപ്പാക്കിയാൽ, എനിക്ക് തോന്നുന്നു ഇവിടുന്ന് 1000 പേരെങ്കിലും ഒന്നല്ലേ? അത് തെറ്റാണ്. സ്വർഗത്തിൽ പോകത്തില്ല, നരകത്തിൽ പോകും എന്നൊക്കെ പണ്ടാരോ പഠിപ്പിച്ചു വെച്ചതിന്റെ വെളിച്ചത്തിൽ ആത്മഹത്യക്ക് ഒരുങ്ങുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, പ്രത്യാശയോടെ കണ്ടെത്താവേ സ്തോത്രം. എന്റെ മദറിലോ പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഒരു രോഗമില്ലായിരുന്നു കേട്ടോ. 89 വയസ്സ്. ഒരു ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി. ചുങ്കത്തറ മർത്തമ ആശുപത്രിയിലാണ്. അവർ പറഞ്ഞു ICU കയറ്റണം, വേറെ ഫെസിലിറ്റി എടുത്ത് കൊണ്ടുപോകണം. ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞു, ഒരിടത്തും കൊണ്ടുപോകുന്നില്ല. 89 വയസ്സായി. എവിടെ കൊണ്ടുപോയാലും നിങ്ങൾ ICU കയറ്റും, 1 മാസം കൂടെ തള്ളി നിങ്ങൾ നീക്കും, അതിന്റെ ബില്ല് നിങ്ങൾ എഴുതിയെടുക്കും, വേറെ ഒരു ഗുണവുമില്ല. അത് കഴിഞ്ഞ് അമ്മയെ തിരിച്ചു കിട്ടുമെന്ന് ഒരു ഗ്യാരണ്ടിയില്ല. നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാമെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാം. അവര് പറഞ്ഞു, അതൊന്നും പറ്റത്തില്ല, കുറച്ചു നാളൊക്കെ ജീവിച്ചിട്ട് എന്താ, അതുകൊണ്ട് അമ്മ മരിക്കട്ടെ. ഞങ്ങൾ പാട്ടൊക്കെ പാടി ആ ഹോസ്റ്റൽ റൂമിൽ എല്ലാരും കൈയൊക്കെ തിരുമ്മി, കാലും തിരുമ്മി, മക്കളെല്ലാം അടുത്തുണ്ട്, മരുമക്കളെല്ലാം അടുത്തുണ്ട്. ഞങ്ങൾ പാട്ടുമൊക്കെ പാടി. അമ്മ 1.5 ദിവസം ആശുപത്രി കിടന്നു, ഒന്ന് ആഞ്ഞു വലിച്ചു, അതോടുകൂടെ ഈ ലോകം വിട്ടു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങളുടെ മരണമാണെങ്കിൽ പേടിപ്പിക്കാൻ പറയല്ലോ, പേടിക്കല്ലോ കേട്ടോ. നിങ്ങൾ നിത്യസ്വർഗത്തിലായിരിക്കുമോ, നിത്യ നരകത്തിലേക്ക് ഉറപ്പുള്ള എത്ര പേര്? കയ്യൊന്നും പോക്കണ്ട കേട്ടോ. ഞാനൊരു 1000 പേരോട് ചോദിച്ചിട്ടുണ്ട്, ഇന്ന് മരിച്ചാൽ where will you be?
നിത്യസ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ടോ? എന്നോട് അവരെല്ലാം പറഞ്ഞ ഉത്തരം, സാറേ അത് നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്, ദൈവമല്ലേ തീരുമാനിക്കുന്നത്. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം സ്വർഗത്തിൽ വിടും, ചീത്ത പ്രവൃത്തി ചെയ്തെങ്കിൽ നരകത്തിൽ വിടും. മറ്റു മതങ്ങളെല്ലാം പഠിപ്പിക്കുന്ന അതാണ്. പക്ഷെ ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുന്നത് ഇതൊരു മതമല്ല, മാർഗമാണ്. യേശുവിന്റെ മാർഗം പറയുന്നറിയോ? വെളിച്ചം ലോകത്തിൽ വന്നിട്ടും നീ വെളിച്ചത്തെക്കാൾ ഏറെ ഇരുളിനെ സ്നേഹിച്ചോ? ലോകത്തിന്റെ വെളിച്ചമായി യേശു അവതരിച്ചിട്ട് യേശുവിനെ നീ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ സ്നേഹിച്ചോ? യേശു വിശുദ്ധ വെടികൊണ്ട് നിന്നെ വിളിച്ചപ്പോൾ ആ വിശുദ്ധിയിൽ നിന്റെ ജീവിതം നീ മുന്നോട്ട് നയിച്ചോ? അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതം നിത്യസ്വർഗത്തിൽ. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ക്രിസ്തു യേശുവിനുള്ളവർക്ക് അറിയത്തില്ലല്ലേ, ക്രിസ്തു യേശുവിനുള്ളവർക്ക് ആരെ ക്രിസ്തു യേശുള്ളവർ? അതാണ് ചോദ്യം. എന്റെ 15-ാമത്തെ വയസ്സിൽ യേശുവിനെ എന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് മരിച്ചു വിടാൻ ഗ്യാരണ്ടിയാണ്. ഞാൻ വലിയ മിടുക്കനായതുകൊണ്ടല്ല, ദൈവം വിശ്വസ്തനായതുകൊണ്ട്. അവന്റെ മക്കളെ അവകാശികളെന്ന് പ്രഖ്യാപിച്ച് നിങ്ങൾ മക്കളെങ്കിൽ, നമ്മൾ സാധാരണ വായിക്കുന്ന ഒരു വേദഭാഗം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിന്റെ 17-18 വാക്യം ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ള ആരെങ്കിലും ഒന്ന് വായിക്കാം. നിങ്ങളുടെ സമയം ഒത്തിരി കളയാതിരിക്കാൻ വേണ്ടി ഞാൻ വായിപ്പിക്കാൻ പറ്റും. 1 Thessalonians chapter 4 verses 17 and 18. നമ്മളെല്ലാം മരണ വീട്ടിലും വായിക്കുന്ന ഒരു വേദഭാഗമാണ്. എടുത്ത ആർക്കും വായിക്കാം. ആവശ്യം വരുന്നില്ലല്ലേ? എടുത്തോ ആർക്കും വായിക്കാം. ആർക്കും ഞാൻ വായിച്ചു തരാമോ? വായിച്ചു. 1 തെസ്സലോനിക്കർ 4:17-18. ഇവിടെ ഒന്നുകൂടെ വായിക്കുന്നേ. പിന്നെ ജീവനോട് ശേഷിക്കുമെന്ന അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ വേഷം എടുക്കപ്പെടുന്നു. ഇങ്ങനെ നാം എപ്പോൾ കർത്താവിനോട് കൂടെ ഇരിക്കും.